ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന്മാര് അങ്ങനൊന്നും അങ്ങനെ ഇല്ല. വയറ്റിനകത്തൊരു മുഴ, അതാരാ കാണുന്നത്? ഈ മുഴക്കേസുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ട്. ഞാനതിന് എതിര് പറഞ്ഞതല്ല. പുറമേ പ്രത്യക്ഷമായിട്ടുള്ളത് പലതും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. സ്തോത്രം. ഞാൻ അടയാളത്തിന് എതിര് പറഞ്ഞതല്ല. സ്തോത്രം. യേശു ചെയ്തതെല്ലാവരും കാണുകയാണ്. മുഴുവൻ കുഷ്ഠമായിട്ടൊരുത്തം വന്നു, യേശു തൊട്ടു, അന്നേരം സൗഖ്യം. എല്ലാവരും കണ്ടു. 38 കൊല്ലമായിട്ടൊരുത്തം കിടക്കുക, മനസ്സുണ്ടോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കുളത്തിലിറക്കാൻ, എഴുന്നേറ്റ് കിടക്കാൻ പറഞ്ഞു. അന്നേരം അവനെ എല്ലാവരും കാണുക, അവൻ നടന്നു പോകുന്നു. പിറവിയിലെ കുരുടൻ ഒരുത്തനെ, അവൻ ജനിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് കണ്ണ് കാണാൻ മേല, തുപ്പി ചേറുണ്ടാക്കി കണ്ണ് തൂത്തച്ച് മനുഷ്യലോകം കള്ളത്തിൽ കിടക്കാൻ കഴുകി. എല്ലാവരും ഇത് കാണുക. യേശു ചെയ്ത് എല്ലാവരും കാണുകയാണ്. പത്രോസിന്റെ വീട്ടിൽ വന്ന് തള്ള പനിച്ച് കിടക്കുക, യേശു അവളെ തൊട്ടു, അന്നേരം എഴുന്നേറ്റ് ശുശ്രൂഷം ചെയ്തു. എല്ലാവരും പത്രോസും കണ്ടു, പത്രോസിന്റെ വെമ്പളയും കണ്ടു, ശിഷ്യന്മാരും കണ്ടു. യേശു എല്ലാവരും കാണുകയാണ് ചെയ്തതല്ല. നമ്മുടെ പല പുള്ളിക്കാരും ആരും കാണാത്ത രോഗശാന്തിയാണ്. ഭൂതം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത് നേരും ചൊവ്വനും തുണി കൊടുക്കാതെ നടക്കുമ്പോൾ ഓർത്തോണം ഭൂതം ഉണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാതെ നടക്കുമ്പോൾ ഓർത്തോണം, നിങ്ങൾ പറ ഭൂതമാണ്. അത്രയോ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. യോഗ്യമായിട്ടും മാന്യമായിട്ടും ഒക്കെ വസ്ത്രം ധരിക്കുമ്പോൾ ഓർത്തോണം ഭൂതം പോയ ആളാ. കാരണം ഭൂതം വിട്ടുപോയപ്പോൾ ഇവന് സുബോധമുണ്ടായി, വസ്ത്രം ധരിച്ചു. യേശുവിൻ്റെ അടുക്കലിരിക്കുക. കണ്ടമാനം കൊടുത്തില്ലെങ്കിലും കൊടുക്കുന്നവന് വൃത്തിയായിട്ട് കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ആശയം പറഞ്ഞെന്നുള്ളൂ. ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. എല്ലാവർക്കും പേരും പ്രശസ്തിയും കിട്ടണം, കിട്ടുന്നവന് ഗുണമാകരുത്. അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ബോധിക്കാത്ത വല്ലവർക്കും കൊടുത്തിട്ട് എന്നെ ക്രെഡിറ്റ്. നമുക്ക് ബോധിച്ചത് കൊടുക്കണം. നീ ഒരു ഷർട്ട് കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഷർട്ട് കൊടുക്കണം. അതാ മാന്യത. ഉദാഹരണമാണ്, നീ ഒരു സാരി കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല സാരി കൊടുക്കണം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം. ഉണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം വേണ്ടേ? അവർക്കും സാമ്പാറും തോരനുമായിട്ട് കൊടുത്ത്, അച്ഛന് അച്ചാറൂടെ കൊടുത്ത്, മീൻ വറുത്തത്, കരിമീൻ പൊളിച്ചു, അങ്ങനെയൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമില്ല. പന്തിയിൽ പക്ഷാഭേദവും പാടില്ല. സ്തോത്രം. നമ്മുടെ കൊച്ചിന് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക, അപ്പുറത്തെ കൊച്ചിന് കട്ടൻ കാപ്പി. 2 പിള്ളേർ ഒന്നിച്ച് മുറ്റത്ത് കളിക്കുക. അപ്പുറത്തെ കൊണ്ട് എന്താണ് കുടിയടാ, ചൂട് തരട്ടെ. അവൻ പറഞ്ഞു വേണ്ട. എന്നാ ഇനി നീ വീട്ടിൽ പോ. നമ്മുടെ ബൂസ്റ്റ് ഇട്ടത് 2 പിള്ളേർ ഒരുപോലെ കളിച്ചതാ. നിങ്ങൾക്ക് മനസ്സിലാകാടിയാന്നോ പൊട്ടം കളിക്കുകയാന്നോ? കൊടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ബൂസ്റ്റേ ഉള്ളൂ, അത് മൊത്തം വിട്ടേച്ച് പപ്പാതി കൊടുക്കണം. 2 പിള്ളേർക്കും കൊടുക്കണം. നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഞാൻ ഈ തത്വത്തിൽ നിൽക്കുന്നയാളാണ്. എനിക്ക് ഈ വിളച്ചിലൊന്നും കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നോടും വലിയ തൃപ്തിയൊന്നുമില്ല. കൊടുത്തെന്ന് പേരും പ്രശസ്തിയോ ഭയങ്കര കൊടുക്കുന്നയാളാണ് കേട്ടോ. ചിലവർക്കുന്ന കാശ് കണ്ടമാനം വരുമ്പോൾ സന്തോഷം. കാശുള്ളവർക്കെല്ലാം വെപ്രാളമാണ്. അതെ, വെപ്രാളമാണ്. എല്ലാവർക്കും വെപ്രാളമാണ്. കാശ് കണ്ടമാനം കൂടുന്ന സ്വത്തമാണ്, അസ്വസ്ഥതയാണ്. കാശുള്ളവരോട് ചോദിച്ചേ, ഇത് ഏത് ബാങ്കിൽ കൊണ്ടിടും, ബാങ്കിൽ പൊട്ടുവോ എന്നും പ്രശ്നമാണ്. പേപ്പർ എടുത്താൽ ഉടനെ നോക്കും, കൂടെ പാസ്ബുക്കും ATM കാർഡ് കുത്തി നോക്കും എപ്പോഴും ഉണ്ടോ എന്ന്. വെപ്രാളമാണ്. കാശുള്ളത് സന്തോഷമല്ല, എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുക. തന്നെയല്ല കണ്ടമാനം കാശാന്നേ വൈരാഗ്യവും കൂടും ആൾക്കാർക്ക്. ഇങ്ങനെയൊക്കെയാ. പൈസ കൂടുന്നത് സുഖകരമല്ല, അസ്വസ്ഥതയുണ്ടാക്കും. ധനം നിനക്ക് സന്തോഷം തരത്തില്ല. സൗന്ദര്യം അതിലും പ്രശംസിക്കരുത്. കായബലം അതിലും പ്രശംസിക്കരുത്. നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു.
നിത്യസന്തോഷമാ ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആ ക്രിസ്തു ആരാണെന്ന് നല്ല അറിവുണ്ടെങ്കിൽ പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ അടുക്ക വരും. ഈ പുസ്തകം ഇത്ര ശ്രേഷ്ഠമേറിയൊരു പുസ്തകം. ഇത് എടുത്തവർക്ക് ആർക്കും ദോഷമൊന്നും വന്നിട്ടില്ല. എടുത്തവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എടുക്കേണ്ടതുപോലെ എടുത്തവരുടെ കാര്യമാണ്. സ്തോത്രം. കടക്കാർ ധാരാളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അവരുടെ കാര്യമല്ല ഈ പറഞ്ഞത്. സ്തോത്രം. അതും അവർ നല്ല രീതിയിലാണ് എടുത്തെങ്കിൽ അവർക്കും ഗുണമാണ്. ചുമട്ടുകാരുണ്ട്, ചുമട്ടുകാർക്കെല്ലാം ഗുണം വരുമെന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ടാണെന്ന് പറയാനൊക്കെ. അവരും നല്ല നിലയിൽ ഈ പുസ്തകം ചുമ്മിയിട്ടുണ്ടെങ്കിൽ അവർക്കും അനുഗ്രഹമാണ്. അപ്പോൾ ഈ പുസ്തകം എടുത്തവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല, വരുത്തുമില്ല. കാരണം പുസ്തകത്തിലെ വാക്യം അങ്ങനെ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഒരു ദോഷവും വരാൻ ദൈവം അനുവദിക്കുകയല്ല. അപ്പൊ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വളരെ മഹാഭാഗ്യമാണ്. ഒരു കാലത്ത് ചിലര് ഈ പുസ്തകം വായിപ്പിക്കത്തില്ലായിരുന്നു. അവരൊന്ന് രണ്ട് പേര് അത്യാവശ്യം വായിക്കും, പിന്നെ തന്നെയല്ല അങ്ങനെ അധികം വായിക്കുന്നില്ലെങ്കിലും വളരെ പക്വതയോടാണ് ഈ പുസ്തകം അവർ കൈകാര്യം ചെയ്യുന്നത്. എടുത്തൊരു ഉമ്മയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും വളരെ പക്വതയോടെ. ആ കാര്യത്തിൽ അവരെ അഭിനന്ദിക്കുക, വളരെ ഭദ്രമായിട്ട്. ഇപ്പം പിന്നെ എല്ലാവരോടും ചേർന്ന് പുസ്തകം എടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണെന്നറിയാമല്ല, കണ്ടിട്ടുണ്ട്. എല്ലാവരോടും ചേർന്ന് പുസ്തകമായിട്ട് ഒരാൾ മുന്നേ നടക്കും, ബാക്കിയുള്ളവരെല്ലാം പുറകെ കൊണ്ട് അടുത്ത വീട്ടിൽ. അവിടെയും ചില കാര്യങ്ങൾ കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ. അതൊരു കൂട്ടായ്മ ബന്ധവും കൂടാ, നല്ലതാണ്. എന്തായാലും കൊള്ളാം. ഈ പുസ്തകം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും, ഇതിനകത്തെ വള്ളിക്കും പുള്ളിക്കും ഒരു മാറ്റവും വരികയല്ല. കാരണം എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസ്യമാണ്. ഇനി നമ്മുടെ ഇടയിൽ ചില വിഡ്ഢികൾ ധാരാളമുണ്ട്. നമ്മുടെ ഇടയിൽ, നമ്മുടെ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്, നമ്മുടെ ഇടയിൽ ചില വിഡ്ഢികൾ വന്നിട്ട് ഇപ്പം പറയുന്നത് പഴയ നിയമം പ്രസംഗിക്കരുതെന്ന്, അത് വായിക്കരുത്, സങ്കീർത്തനം വായിക്കരുത്, പഴയ നിയമം തൊട്ടേക്കരുത്. ഒരുത്തൻ ചോദിച്ചു ഒന്നിച്ച് കുത്തിക്കെട്ടിയതാരാ? ഒരുത്തൻ പറഞ്ഞത് കീറിക്കളയാൻ പറഞ്ഞതാ, പഴയ നിയമം എല്ലാം കീറിക്കളയാൻ. അപ്പം അത് കേട്ടോണ്ട് നമ്മുടെ ചില പൂഞ്ഞാൻ ഉപദേശിമാരിപ്പം തുള്ളുന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ട്. അതുകൊണ്ട് നിനക്കും മട്ട അവനും മട്ട. അപ്പോൾ ഒരു കാര്യം പറയാം, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസികമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ പഠിച്ചാൽ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൂതൻ പറഞ്ഞതും ദൈവം പറഞ്ഞതും മനുഷ്യൻ അന്യോന്യം പറഞ്ഞതും ഇതിൽ കൂടുതലും ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ പ്രസംഗിക്കാം. കാരണം ഇതിലെ ഓരോ അധ്യായത്തിലും ഓരോ പുസ്തകത്തിലും ഞാൻ ഓർപ്പിച്ചല്ലോ, ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മഹത്വം. യേശു ക്രിസ്തുവാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗം മുറിച്ചാലും ചോര വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഏത് ഭാഗം ഒന്ന് മുറിച്ചെടുത്താലും യേശു ക്രിസ്തുവിനെ ദർശിക്കാം. അതായി പുസ്തകത്തിൻ്റെ വിശേഷത. ദൈവത്തിന് പിന്നെ അത് പരുവമുള്ളവരെ പറയാവുള്ളൂ, ഇല്ല പിന്നെ മെനക്കേടാകും. അങ്ങനെ അത് പരുവത്തിന് പറയാൻ അറിയാവുന്നവർ പറഞ്ഞാൽ മതി, അല്ലാത്തവർ പാട്ട് പാടി വെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം എന്തായാലും ഈ പുസ്തകം അതുപോലെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ആട്ടെ, പ്രാരംഭത്തിലെ മോശയുടെ 5 പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും. ഇതെന്തിനാ? നിങ്ങൾക്കിതെല്ലാം അറിയാത്ത ആരെങ്കിലും സമീപത്തോ ശബ്ദപരിധിയിലോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറഞ്ഞു. അവരെയും കൂടെ ഉന്നം വെച്ചാന്നല്ലോ നമ്മൾ ഈ യോഗം നടത്തുന്നത്. നമുക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ക്രമീകരണം വേണ്ടായിരുന്നു. നമ്മുടെ ഹോളിനകത്ത് നമുക്ക് തുള്ളുകയും ചാടുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങൾ ഇങ്ങനെ ഈ തുറസായ സ്ഥലത്ത് ഈ പന്തലുമൊക്കെ ഇട്ട് ഈ റോഡ് സൈഡിൽ ഈ വളരെ ബന്ധപ്പെട്ട് അധ്വാനിച്ച് ചെലവഴിച്ച് ഈ യോഗം നടത്തുന്നത് മറ്റുള്ളവരും കൂടെ അറിയാനും കേൾക്കാനുമാണ്. അപ്പോൾ ഈ പുസ്തകത്തെപ്പറ്റി 1-2 കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. അല്ലെ മറ്റുള്ളവരത് എന്തുവാന്ന് കുറച്ച് ദിവസമായി കിടന്നെല്ലാം കൂടെ നലച്ചേച്ച് പോകുന്ന കണ്ട് എന്ന് അവർ പറയരുത്. അപ്പോൾ അവർക്കൂടി ഇത് അറിയണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ പുസ്തകം 66 പുസ്തകം, ആദ്യം 5 പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാം ഇതോ ഈ സൺഡേ സ്കൂൾ എടുക്കുകയാണോ എന്ന്. അല്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയല്ല. സൺഡേ സ്കൂളിന് പോലും പോകാത്ത ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനാ. കാരണം പുസ്തകത്തിലെ വാക്യം ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഈ ദിവസങ്ങളിലെ യോഗത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, ഈ യോഗം വിജയമാണ്. നമ്മൾ ഓർക്കുന്ന ദേശം മുഴുവൻ അങ്ങോട്ട് രക്ഷിക്കപ്പെട്ടാൽ നല്ലതാ, അങ്ങനെ മൊത്തത്തിലൊന്നും വരികയില്ല. ദൈവത്തിന് മഹത്വം. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, ഈ യോഗം വിജയമാണ്.
ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭത്തിൽ 5 പുസ്തകം, അത് പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടും. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. അതിനുശേഷമായിട്ട് ചരിത്ര പുസ്തകങ്ങളാണ് ഇതിനകത്ത്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങൾ. അത് കഴിഞ്ഞ് സംഗീത പുസ്തകങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ തിരിച്ചിരിക്കുന്നത്. അതിൽ മെച്ചപ്പെട്ട സംഗീത പുസ്തകമാണ് പാട്ടുകളുടെ പാട്ടെന്നറിയപ്പെടുന്ന ഉത്തമ ഗീതം. അതിനുശേഷമായിട്ട് നാം പഠിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങളാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ. അതിനുശേഷമായിട്ട് അങ്ങനെ പഴയ നിയമം പര്യവസാനിച്ച് പിന്നീട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നു. പുതിയ നിയമത്തിൽ പ്രാരംഭത്തിൽ 4 പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. മത്തായി സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. സുവിശേഷത്തിൻ്റെ 4 വിശേഷതകൾ 4 പേരും എഴുതി. അപ്പോൾ 4 പുസ്തകങ്ങൾ ആരംഭത്തിൽ പുതിയ നിയമത്തിൽ. ദൈവത്തിന് മഹത്വം. അത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം, അവിടുത്തെ ശുശ്രൂഷ, ജീവിതം, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, മരണം, അവിടുത്തെ അടക്കം, ഉയർപ്പ്, ഇതൊക്കെയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, ബഹളം ഉണ്ടാക്കുകയല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക. അത് ഓരോ ദിവസവും ഓരോരുത്തരും വന്ന് അവർക്കറിയാവുന്ന നിലയിൽ ദൈവകൃപയെ ശരണപ്പെട്ട് അവർ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ പറയണമെന്ന്, ഒരുപോലെ പ്രസംഗിക്കണമെന്ന്, ഒരുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒക്കുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു ഏകരക്ഷകൻ. അത് അവനവൻ്റെ ശൈലി അനുസരിച്ച്, ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്യുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാരംഭത്തിൽ 4 സുവിശേഷം. അതിനുശേഷമായിട്ട് അപ്പോസ്തോല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്കറിയാം. അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. ആ അപ്പോസ്തോലന്മാരാൽ സംഭവിച്ച കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലന്മാരുടെ ശുശ്രൂഷകളാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ നിരവധി സഭകൾ ഉടലെടുത്തു പലയിടങ്ങളിൽ. ആ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭ ഉടലെടുത്തു. ആ സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ യേശു ഒരിക്കൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്ത് ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ആ യേശു വീണ്ടും തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തിരുസഭയെ ചേർക്കാനാണ്. പെന്തിക്കോസുകാരെ എല്ലാം കൊണ്ടുപോകാനല്ല, ബ്രദറുകാരെ എല്ലാം കൊണ്ടുപോകാനല്ല, TPM-കാരെ എല്ലാം കൊണ്ടുപോകാനല്ല, കത്തോലിക്കരെ എല്ലാം കൊണ്ടുപോകാനല്ല, യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, സാൽവേഷൻ ആർമി, CMS, CSI, ആംഗ്ലിക്കൻ, ഇതിനെ എല്ലാം കൂടെ അടിച്ചു തൂത്ത് കമ്പത്തിൽ നിന്ന് കാളയിറക്കം പോലെ കൊണ്ടുപോകാനല്ല. കർത്താവ് വരുന്നത് ആമേൻ സ്തോത്രം തിരുസഭയെ ചേർക്കാനാണ്. അപ്പോൾ ആ തിരുസഭ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് വിധത്തിലായിരിക്കണം, അതിൻ്റെ ഉപദേശങ്ങൾ, പ്രമാണങ്ങൾ, ചിട്ടകൾ, നിഷ്ഠകൾ, ക്രമങ്ങൾ, ക്രമീകരണങ്ങൾ, അതാണ് ലേഖനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതിയ ലേഖന പരമ്പരകൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവിനായി നമ്മളെ ഒരുക്കുക. ലേഖനത്തിനകത്ത് മുഴുവൻ ഉപദേശങ്ങളാണ് തന്നിരിക്കുന്നത്. നല്ല ഉപദേശങ്ങളാണ്. കർത്താവിന് മഹത്വം. ഇതാണ് ലേഖന പരമ്പര. ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകം. ദൈവം തമ്പുരാൻ കരുതി ക്രമീകരിച്ച് വെച്ച കാര്യമെല്ലാം തക്ക സമയം വന്ന് മറനീക്കി വെളിപ്പെടുത്തി കൊടുത്തു, അനാച്ഛാദനം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് മറനീക്കി വെളിപ്പെടുത്തി ലഭിച്ച വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിശേഷത തന്നെ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്, നമ്മുടെ ആരുടെയും വെളിപ്പാടല്ല. നമ്മുടെ വെളിപ്പാട് പറയാതിരിക്കുന്നതാ നല്ലത്. പലരുടെയും വെളിപ്പാടൊക്കെ പറഞ്ഞ് പലരും കുഴഞ്ഞു കിടക്കുക. സ്തോത്രം. ഒരാൾ വന്ന് വെളിപ്പാട് പറഞ്ഞു, വസ്തുവും വീടും വിൽക്കുന്നതായിട്ട് കാണുന്നു. പിറ്റേ ദിവസം വന്ന പുള്ളി പറഞ്ഞു, ഒരു കാരണവശാലും ഇത് വിൽക്കരുത്. അപ്പോൾ വേറൊരു പുള്ളി പറഞ്ഞു, ഇത് വിൽക്കാതെ തന്നെ വേറെ കിട്ടുന്നതായിട്ട് കാണുന്നു. ചുരുക്കി പറഞ്ഞ വീട്ടുകാരും കിടന്ന് കുഴയുക, വിൽക്കണോ വിൽക്കണ്ടേ. അതുങ്ങൾ അവസാനം പറഞ്ഞു, ഇനി ഒരുത്തനെ ഇവിടെ കയറ്റുന്നില്ലെന്ന്. കുഴയല്ലേ. അതുകൊണ്ട് ചള്ളും പൊട്ടുമൊക്കെ കേൾക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ വെളിപ്പാട് അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. പണ്ട് ഒരാളൊരു വെളിപ്പാട് പറഞ്ഞു, കൂടാരപ്പള്ളി തൊമ്മൻ്റെ വെളിപ്പാടല്ല വിദ്വാൻകുട്ടി കുഴഞ്ഞത്. അപ്പം നമ്മൾ അധികം വെളിപ്പാടൊന്നും പറയണ്ട, ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. അങ്ങനെ 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 2-ാം പുസ്തകത്തിൻ്റെ വിശേഷത വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യമാണ്. 3 തൻ്റെ ദാസന്മാരെ കാണിക്കണം, അറിയിക്കണം. അതിനാണ് ഇത് എഴുതിയത്. തന്നെയല്ല, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനുമാണ്.
അപ്പോൾ അങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ധാരണ ഉണ്ടാകണം. അതിന് പറഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അറിയാം, നിങ്ങളിതെല്ലാം പഠിച്ച് മിടുക്കരായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ചിലർ ബൈബിൾ പോലും കൊണ്ടുവരികയില്ല, കാരണം അവർക്കറിയാം. ഇനി അഥവാ കൊണ്ടുവന്നാൽ തുറക്കുക പോലുമില്ല. വേണ്ട, തുറക്കുകയും വേണ്ട, അറിയാമല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് ഒന്നുകൂടെ ഉണർത്തുന്നത്. അപ്പോൾ ഓർപ്പിച്ചല്ലോ, 1600 കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഏതാണ്ട് 10-40 എഴുത്തുകാർ പല കാലയളവിൽ ഇരുന്ന് എഴുതിയ പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതായി പുസ്തകത്തിൻ്റെ വിശേഷത. ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ വേറൊന്ന് ഏകദൈവത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെ. ഇതിനിടയ്ക്ക് ദൈവത്തെ മാറ്റേണ്ട ഗതികേടും വന്നിട്ടില്ല. ഈ ദൈവം അങ്ങോട്ട് മാറി നിൽക്കുക, വേറൊരു ദൈവം കയറി വരട്ടെ എന്ന് പറയേണ്ട ഗതികേടും വന്നിട്ടില്ല. ഏത് ദൈവത്തെ പറ്റി ഉൽപ്പത്തി 1 പറഞ്ഞിട്ടുണ്ടോ ആ ദൈവം തന്നെ ഇന്നും എന്നും എന്നേക്കും. അതായി പുസ്തകത്തിൻ്റെ വിശേഷത. ഇപ്പോഴാണ് ഓരോരോ ദൈവങ്ങളെ, ഒരു തള്ള ദൈവം കളിച്ച് വരുമ്പം അപ്പനപ്പുറ ദൈവം കളിക്കുന്നു. അപ്പോൾ അപ്പനെയും കടത്തിവിട്ട് വല്യപ്പൻ ദൈവമായിട്ട് കയറി വരുന്നു. വല്യപ്പനെ വിട്ടുമ്പം വേറൊരു തള്ള സ്തോത്രം കയറി വരുന്ന ദൈവം കളിച്ച്. അപ്പം പെണ്ണുങ്ങൾക്ക് ആ ദൈവം കളിച്ചാൽ കാശ് കൂടുതൽ, ആണുങ്ങൾക്ക് അത്ര ഇല്ല. കാശ് വരുന്നെല്ലാം അടിച്ചു മാറ്റുന്നെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ദൈവമല്ല. ദൈവത്തിൻ്റെതായ വിശേഷതകളുണ്ട്. ഒന്ന്, ദൈവം സർവശക്തനാണ്. അവിടുന്ന് സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവത്തെയും നിയന്ത്രിക്കുന്നവനാ, സർവത്തിൻ്റെ മേൽ അധികാരമുള്ളവനാ. ആമേൻ, സ്തോത്രം. അവിടുന്ന് ആമേൻ സർവത്തിന്മേലും ആമേൻ അധികാരമുള്ളവനാ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. ഇന്നാളൊരു ദൈവത്തിന് പനിയാന്ന് കേട്ടു. കോവിഡിൻ്റെ സമയത്ത് ഒരു ദൈവത്തിന് കോവിഡായിരുന്നെന്ന് കേട്ടു. അപ്പം പറഞ്ഞു, ദൈവം ഇപ്പോൾ ആരെയും കാണുന്നില്ല, കോവിഡ് കഴിഞ്ഞിട്ടേ കാണുകയുള്ളൂ. ദൈവത്തിനും പേടിയായിട്ടിരിക്കുക, മാസ്കും ഒക്കെ കെട്ടി ദൈവം കളിച്ചിരിക്കുന്ന എല്ലാം പേടിച്ചിരിക്കുക. വേറൊരു ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ദൈവം അമേരിക്കയല്ല, 2 മാസം കഴിഞ്ഞേ വരുവുള്ളൂ. ദൈവത്തെ വിളിച്ചാൽ കിട്ടുമോ? ഇല്ല, പരിധിക്ക് പുറത്താന്ന് പറഞ്ഞു ദൈവം. വിളിച്ചപ്പോഴല്ല. അങ്ങനെയുള്ള ദൈവങ്ങളാണ് കൂടുതലും. എന്നാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സത്യദൈവം പരിധിക്ക് പുറത്തല്ല, പരിധി തന്നെ ഉണ്ട്. ഏത് സമയത്തും ആർക്കും എവിടെ ഇരുന്നും ദൈവത്തോട് കാര്യം പറയാം. ആ സത്യദൈവം, നിത്യദൈവം, ഏകദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ഏക സത്യ നിത്യ ദൈവമായ സർവജ്ഞനായ ദൈവം, ദൈവത്തിന് മഹത്വം. നാം പാടുക പുതുഗീതം, മകാത്ഭുത അവൻ ചെയ്തു. നാം പാടുക പുതുഗീതം, മകാത്ഭുത അവൻ ചെയ്തു. തൽമലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? അപ്പൊ ശ്രദ്ധിക്കുക, ഏകനിത്യ സത്യ ദൈവമായ സാക്ഷാൽ ദൈവം. മോനെ, ഇതിൻ്റെ ഓളി ഇച്ചിരി താത്ത് നിൽക്കണം. എൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. ശബ്ദം കൊള്ളുകയില്ല, എന്നാലും മേളിൽ നിൽക്കണം. കാരണം ഈ പാടി വെക്കുന്നത് പദം എന്നതാ, അതിനകത്ത് ഉപദേശ പശകൊണ്ടോ കുഴച്ചിലുണ്ടോ എന്ന് അറിയണം. ഇപ്പോഴത്തെ ഈ പാട്ട് ഏത് പാട്ടാന്ന് പോലും ചിലർക്ക് അറിയത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാം കൂടെ ഓളിയം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളത്തിനങ്ങ് പോവുക. നമുക്ക് ഓളം അധികം വേണ്ട. അപ്പം ഇത് കൂടി നിൽക്കണം. അത് ഇച്ചിരിയല്ല, ഇച്ചിരി താന്ന് നിൽക്കണം. അത് അവരോട് പിണക്കം ഉണ്ടായിട്ടല്ല. പുസ്തകത്തിൽ വാക്യം അങ്ങനെ, സംഗീതക്കാർ മുമ്പിലും വീണക്കാരെല്ലാം പിമ്പിലും. പുസ്തകത്തിലെ വാക്യം അതായതുകൊണ്ട്. അപ്പം എന്തായാലും ശ്രദ്ധിക്കുക, നിത്യനായ ദൈവം, ഏകദൈവം, സത്യദൈവം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. ഞാൻ എപ്പോഴും പറയും, സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. ദാവീദിൻ്റെ കാലത്ത് പാട്ടുകാരെ സെലക്ട് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും സംഗീത ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇതൊരു വലിയ മഹനീയമായ ശുശ്രൂഷയാണ് സംഗീത ശുശ്രൂഷ. അതാ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്രമത്തിലും വിധത്തിലുമൊക്കെ ചെയ്താൽ വളരെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ മകത്ത് ഞാൻ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ അവർ വാക്യം വായിച്ചു തരികയും സഹകരിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ എന്തൊക്കെയാണ്. ചിലയിടത്ത് ഈ സംഗീത ശുശ്രൂഷ കഴിഞ്ഞ് പിന്നെ മൊബൈലിൽ കളിയാണ്.
സ്റ്റേജിലിരുന്നുകൊണ്ട് മൊബൈലിൽ കളിക്കാം. അവർക്കിതൊന്നും വലിയ വിഷയമല്ല. അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു, അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു, എന്തെല്ലാം കോലാഹലമാണെന്നറിയോ? അങ്ങനെയുള്ളവരെ ആരെയും വിളിക്കരുത്. ഇതുപോലെ ദൈവകൃപയിൽ വലിയ കസർത്തൊന്നും വേണ്ട. ഇതൊരു ശുശ്രൂഷയല്ലേ. കസർത്തുകാരധികം വരാതിരിക്കുന്നതാ നല്ലത്. കസർത്തല്ല നമുക്ക് ആവശ്യം, ശുശ്രൂഷയാണ്. ഇതൊരു ശുശ്രൂഷയാണ്. ഇനിയും അവർക്ക് അത്ര വലിയ പ്രഗത്ഭരല്ലേ, എല്ലാവരോടും ചേർന്നങ്ങ് പാടിയേക്കണം. അപ്പോൾ നമുക്കും സന്തോഷമല്ലേ. എന്നാൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് വളരെ പക്വതയോടെ ദൈവകൃപയോടെ പാട്ട് പാടുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ മിക്കവരും ഇതിനകത്ത് പിന്നെ വേറെ ബിസിനസ്സുകളാണ്. അവരുടെ പാട്ട് കഴിഞ്ഞ് പിന്നെ പാട്ട് കഴിഞ്ഞ് അങ്ങ് പോവില്ലയോ, ശുശ്രൂഷയിലിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ശുശ്രൂഷ, ഇവ കുഞ്ഞുങ്ങളൊക്കെ ശുശ്രൂഷയിലിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോഗ്യമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായിട്ട് ഈ ശുശ്രൂഷയിൽ സഹകരിച്ച് പോകുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഞാനെപ്പോഴും ഒരു അപേക്ഷയുള്ളത്, അപേക്ഷയാ ഇഷ്ടമുണ്ടേ മതി. ഈ ചിലയിടത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് പിന്നെയും പാട്ട് പാടും. പാട്ട് തെറ്റാന്നല്ല, നല്ല, പക്ഷേ നമുക്കൊന്ന് വർത്താനം പറയാനോ മിണ്ടാനോ ഒക്കെ അല്ല, പിന്നെ എല്ലാം കൈക്കറി കാണിച്ച് വെച്ച് പോവാം. ഇതങ്ങ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. ഇല്ല, കണ്ണടച്ച് കാണിച്ചില്ലെന്ന്. ദൈവത്തിൻ്റെ മകൻ, അത് കുറ്റമല്ല, പാട്ട് നല്ലതാ. എന്നാലും കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതാ ഭാര്യ ഭർത്താവിനെ അച്ചാന്ന് വിളി കിടന്നങ്ങ് കുഴയുക നമ്മൾ. പിന്നെ ഒരു ധാരണയിലേക്ക് അങ്ങ് പോവുക. അപ്പം അത് എത്രത്തോളം നല്ലതാണെന്ന് അവനവനൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പാട്ടിനെതിരെ, എനിക്ക് പാട്ട് ഇഷ്ടമാണ്, പാട്ട് പാടുന്നവരെ ഇഷ്ടമാണ്. എന്നാലും കൺവെൻഷൻ ആശീർവാദം കഴിഞ്ഞ് പിന്നെ നിന്ന് പാടുമ്പം വണ്ടിയിലോട്ട് കയറി വാന്ന് പറഞ്ഞും വിളിക്കുന്നതും തന്നെയല്ലേ. ഈ ദൈവദാസന്മാരൊക്കെ ചിലപ്പോൾ അന്നാരുമായിരിക്കും ഒന്ന് കണ്ട് പരിചയം, ഒന്ന് അങ്ങോട്ടും ഒന്ന് വർത്താനം പറയാനോ, അത് കേൾപ്പിക്കത്തുമില്ല. ഒന്ന് പിന്നെ അവസാനം പിന്നെ അങ്ങനെ അങ്ങ് പോവുക. അപ്പം അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. പിണങ്ങാനും ഒന്നുമല്ല. എന്നാൽ താൻ തന്നെ പാടിക്കൂ എന്ന് പറയരുത്. കർത്താവിന് മഹത്വം. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സംഗീത ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദാവീദ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചല്ലോ. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിൻ്റെ പാട്ട് പാടുമെന്ന 13-ാം സങ്കീർത്തനം 6 വായിക്കുന്നത്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടുമെന്ന. ദൈവത്തിൻ്റെ മഹത്വം. ആ ശുശ്രൂഷകളും ഭംഗിയായിട്ട് ദൈവം നടത്തട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം വീണ്ടും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ആട്ടെ, അപ്പോൾ ഈ വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകം, യെശയ്യാ പ്രവചനം മുതൽ മലാക്കി വരെയുള്ളതായ പ്രവചന പുസ്തകം, ഈ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നെടുപ്പമുള്ളയാളും തൂക്കമുള്ളയാളും വിലയേറിയ വണ്ടിയെ വരുന്നയാളും മുഴുത്ത ജിബ്ബായിട്ടയാളും കൂടെ അമേരിക്കയിലും പേർഷ്യയിലും ലോകം മുഴുവൻ ചുറ്റി ഊടാടി വരുന്ന പ്രവാചകനല്ല വലുത്, അല്ല. സ്തോത്രം. നമ്മളങ്ങനെ ധരിച്ചു വച്ചേക്കുന്നത്. വലിയ പ്രവാചകൻ വരിക, അതാരാ വലിയ പറയാം? യോ, വന്ന വണ്ടി ഒന്ന് കാണണമായിരുന്നു, വലിയ ആളാണ്. ആ ഡ്രസ്സോ ഈ ചൂടും പിടിച്ച് സൂട്ടും എല്ലാം ഇട്ട് വെട്ടി വിയർക്കുകയായിരുന്നു, പാൻ പോലും ഇല്ല. ഈ മീനച്ചൂടിന് ഇതെല്ലാം കൂടെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഞാൻ അമേരിക്കക്കാർ ചെയ്യട്ടെ, അവിടെ തണുപ്പല്ലേ, അവരതുകൊണ്ടൊക്കെ ആ കടുത്തറ്റ ഇറുക്കിയ എന്തോ അതിന് പറയുന്നത് ടയ്യ്, തണുപ്പിന് തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമാണ്. അതങ്ങനെ വെച്ചാൽ അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ തിരുവനന്തപുരത്തിരുന്ന് അന്നിച്ച് പറയുക, ഫാനെല്ലാം ഇങ്ങോട്ട് വെച്ചോളാൻ, പുകച്ചിലെടുക്കുക. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് യോഗ്യമെന്ന് തോന്നുന്നത് ചെയ്യുക. കർത്താവിൻ്റെ മഹത്വം. അപ്പം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരാ വലിയ പ്രവാചകന്മാരെന്ന് അല്ല. അത് നമ്മുടെ മാനുഷിക ചിന്തകളാണ്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ ആഴവും പ്രവചനത്തിൻ്റെ ശ്രേഷ്ഠതയനുസരിച്ച വലിയ പ്രവാചകൻ ചെറിയ പ്രവാചകൻ എന്ന് തരംതിരിച്ചിരിക്കുന്നത്. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരാണ് ഹോശിയ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചക വൈദ്യന്മാർ. നമ്മൾ ഇന്ന് രാത്രി വലിയ പ്രവാചന പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9:6 വായിച്ചിരിക്കുന്നത്.
പഠിക്കുന്നത്. അപ്പോൾ യെശയ്യാവിനെ പറ്റി പഠിക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി വേദ പഠിതാക്കൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്കറിയാം ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്നാണ് യെശയ്യാവിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദങ്ങളിൽ ഒന്ന്. ഈ യെശയ്യാ പ്രവചനത്തിൻ്റെ വേറൊരു വിശേഷത, വേദപുസ്തകത്തിൽ 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളുണ്ട്. മാത്രമല്ല യെശയ്യാവ് പ്രവാചകന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും പ്രവാചകിയ. അപ്പോൾ രണ്ടുപേരുടെ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നത് വലിയ സന്തോഷമാണ്. ഇന്ന് ഒരു സഭയിൽ 2 പ്രവചന ശുശ്രൂഷക്കാരുണ്ടെങ്കിൽ അടിയുടെ ആറാട്ടായിരിക്കും. എനിക്കറിയാം രണ്ട് പ്രവാചകിമാരൊരു സഭയിൽ, 2 മിണ്ടുകയിലായിരുന്നു, 2 കൊമ്പുമായിരുന്നു. ഒരു സഭയില 2 മെയിൻ പ്രവാചകിമാരാ, എന്തോ കൊമ്പായിരുന്നറിയാമോ? സ്തോത്രം, ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെയുള്ളവിടെ ഉണ്ട് പ്രവാചകന്മാരും. പണ്ട് മല്ലപ്പള്ളി പേലിക്കുഞ്ഞാ പറഞ്ഞ് ദൈവാത്മാവിനുണ്ടോ അളിയനെന്ന്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മുടെ ഇടയിലെ 2 പേരുണ്ടെങ്കിൽ കൊമ്പ, എന്നാൽ ഇവിടെ ഭാര്യയും ഭർത്താവും 2 പ്രവചിക്കുക, പ്രവചനമാണ്. അപ്പോൾ ഈ യെശയ്യാവിന് ഒത്തിരി വിശേഷതകൾ, ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ, യേശു ക്രിസ്തുവിനെ ഇതുപോലെ അടുക്കടുക്കായി ക്രിസ്തുയേശുവിൻ്റെ വിശേഷതകൾ, ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, അടക്കം, ഉയർപ്പ്, വീണ്ടും വരവ്, 1000 ആണ്ട് വാഴ്ച, നിത്യതയിലുള്ള പ്രവേശനം, ഇതെല്ലാം അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. ഓർപ്പിച്ചല്ലോ, എന്താ സുവിശേഷം? സുവിശേഷം മതം മാറ്റുകയോ സഭ മാറ്റുകയോ അല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. ആര്? നസ്രയനാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെടുത്ത യേശു ക്രിസ്തു. അതാണല്ലോ തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചോ സന്ദർഭോചിതമായിട്ട്. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2-8 നമുക്ക് അറിവുള്ള വാക്യം എന്തായാലും വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. നിവാസികളെ രക്ഷ ചെയ്മതിന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്മതിന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ രക്ഷ ചെയ്യാനാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. സുവിശേഷം എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. കുറേ ആൾക്കാർ മാത്രം കേട്ടാൽ പോരാ. എനിക്ക് ഈ തിരുവനന്തപുരം സൈഡിൽ വരുമ്പോൾ സന്തോഷം. ഇവിടെയുള്ള പല കൂട്ടായ്മക്കാരും കൺവെൻഷൻകാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ബോക്സ് വെക്കും. അത് വളരെ നല്ലതാണ്, വളരെ നല്ല, കേൾക്കണം. എന്നാൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനകത്ത് പോലും കേൾപ്പിക്കുകയില്ല. ഇതിനെല്ലാം പേടിയാണ്. സ്തോത്രം. പേടിയും ഭയവും വെപ്പറാണ്. തന്നെയല്ല 8:30 കഴിയുമ്പോൾ പിന്നെ കിടന്ന് വെപ്പറാ തിക്കുമുക്കം നോക്കുക, ഇങ്ങനെ ഇരിക്കുക, ഭയമാണ്. എന്നാൽ ഇവനൊക്കെ ഇത് നടത്താതിരിക്കണ്ടേ? ഭയവും ഭീരുത്വം ഉള്ളതെല്ലാം ഗലിയാദ് വിട്ട് പോകട്ടെന്ന. എനിക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ദൈവദാസന്മാരോടും ദൈവമക്കളോടും ബഹുമാനം ആ കാര്യത്തിലുണ്ട്. കാരണം എന്നാ, എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ ഉള്ളവർ കേൾപ്പിക്കണം, എല്ലാവരും കേൾക്കണം. വായിച്ച പോലെ എല്ലാവരും കേൾക്കട്ടെ. സങ്കീർത്തനം 49:1, സങ്കീർത്തനം 49:1 വായിച്ചേ. 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. അതാ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. നമ്മൾ മാത്രം കേട്ടോണ്ട് പോയിട്ട് തന്നെ ഗുണം. നമ്മളെന്നും ഇരുന്ന് കേൾക്കുകയല്ലേ. ഇപ്പം 19 ദിവസം, 19 ദിവസമായിട്ടിരുന്ന് കേൾക്കുക നല്ല കാര്യമാണ്. ഇനിയും കേട്ടോ, അത് നല്ലതാ. പക്ഷേ സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് സുവിശേഷം. സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുകയോ ഉൾക്കൊള്ളുകയോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയത് സുവിശേഷമുള്ളൂ. മറ്റേ വാർത്തകളൊന്നും അത്ര നല്ല വാർത്തയല്ല. ആണോ? അല്ല. പത്രം എടുത്ത് നോക്കിയേ, കാണുന്നതൊന്നും അത്ര നല്ല വാർത്ത അല്ല. ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വരുന്ന വാർത്തയൊന്നും അത്ര നല്ലതല്ല. സ്തോത്രം. പത്തനംതിട്ട തിരുവല്ലയ്ക്ക് പോകുമ്പോൾ ഒരു തള്ള വേറൊരു തള്ളയെ കണ്ടിച്ചു. വായിച്ചില്ലയോ? എലന്തൂര്, അറിഞ്ഞില്ലേ? തള്ളയുടെ മുന്നിലങ്ങ് ചെന്ന് പെടരുത്.
അറിഞ്ഞില്ലേ അറിയാതിരിക്കുന്നതാണ് നല്ലത്. നരബലി നടത്തിയെന്ന്. നരബലി ഇവിടെ അങ്ങ് പേപ്പർ വരുത്തുന്നില്ലേ? നരബലി മനുഷ്യനെ കണ്ടിച്ചാൽ മതി, ദൈവം പ്രസാദിക്കുമെന്ന്. വിഡിത്തമല്ലാതെ തന്നെ ഈ പറയുന്നത്. ഇത് നല്ല വാർത്തയല്ലല്ലോ. അല്ല. കൊച്ചുങ്ങളെ ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ഓട്ടോയിൽ കയറി അവൾ പോയി, കൊച്ചുങ്ങൾ നിലവിളിക്കുക. നല്ല വാർത്തയാണോ? അല്ല. എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചില കൊള്ളാം അവളും മിടുക്കുക, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടാണ് എനിക്ക് വന്ന് പോയാൽ കൊള്ളാമെന്ന്. എനിക്കത് നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. അയ്യോ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് എന്ത് കഷ്ടത എന്ത് പ്രയാസമായിട്ട് ഇട്ടേച്ച് പോകുമോ? ഒരമ്മയ്ക്കത് തോന്നുമോ? അത് നല്ല വാർത്തയല്ല. ഭർത്താവുമായിട്ട് വിശ്രമിക്കുക, അന്നേരം പുതപ്പിന് അടിയിൽ കിടന്നുകൊണ്ട് വേറൊരുത്തിന് ഫോൺ ചെയ്യുക. മോനത് കേട്ടപ്പോൾ ഒരു ഊറിയ ചിരി. അതുവരെ അവൻ ചിരിക്കാതിരുന്നേച്ച്. ഇവിടെ നടന്ന കാര്യമാണ്. അതെ, അതൊന്നും നല്ല വാർത്തകളല്ല. അല്ല. സ്തോത്രം. മാതാപിതാക്കളെ കൊണ്ട് വസ്തുവും വീടും ഇല്ലാഞ്ഞിട്ടല്ല, സ്വത്തില്ലാഞ്ഞിട്ടല്ല, അന്വേഷിക്കാൻ നോക്കാൻ കഴിയത്തില്ല, വൃദ്ധസദനത്തിലാക്കി. പിന്നെ മക്കളും ഭാര്യയൊന്നും അങ്ങോട്ട് ചെന്നിട്ടില്ല. അതും അത്ര നല്ല വാർത്തയല്ല. കഴുത്തിറക്കുന്നു, കത്തിക്ക് കുത്തുന്നു, ഓരോരുത്തരെ വെട്ടി തുണ്ടമായിട്ട് വിട്ട്. അതൊന്നും നല്ല വാർത്തയല്ല. വിമാന അപകടം നല്ല വാർത്തയല്ല. ആണോ? അല്ല. ഞങ്ങളൊരിക്കലും ഒരു വീട്ടിലിരുന്ന് സംസാരിച്ചപ്പം വിമാനാപകടം, വിമാനത്തിന് തീ പിടിച്ചു. അപ്പം ആ പറഞ്ഞ പുള്ളിയുടെ ഭാര്യ അത്രയ്ക്ക് ചിന്തിച്ചറിയിച്ച്, പപ്പ ആർക്കെങ്കിലും വല്ലതും പറ്റിയോ എന്ന്. വിമാനത്തിന് തീ പിടിച്ചെന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് അരിച്ചവും സങ്കടവും ദണ്ണവും കൂടി വെച്ച് പുള്ളി പറഞ്ഞ് നടുക്കിരുന്ന പുള്ളിയുടെ മുട്ടയിലെ തൊലി ഒന്ന് പോയെന്ന്. വിഡ്ഢിത്ത ചോദ്യം ചോദിക്കാം. വിമാനം കത്തിയെന്ന് പറഞ്ഞപ്പോഴേക്ക് ആർക്കെങ്കിലും വല്ലതും പറ്റിയോ എന്ന്. അപ്പം ഇത് അത്ര നല്ല വർത്തമാനമല്ല. കപ്പൽ മുങ്ങുന്ന, ബോട്ട് അപകടം, ഇതൊന്നും നല്ല വാർത്തയല്ല. ഈ ലോകത്തിൽ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല. അല്ല. എന്നാൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം, ഏത് സമയത്തും പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വാർത്തയുള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നിത്യ സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പോൾ എവിടെയും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആ സുവിശേഷം യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ആ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി മുതൽ, അവിടുത്തെ തിരുജനനം മുതൽ, ആമേൻ, അടക്കവും മരണവും അടക്കവും പുനരുത്ഥാനവും 1000 ആണ്ട് വാഴ്ചയെല്ലാം അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. എവിടെ ജനിക്കുമെന്ന്, ആമേൻ, സ്തോത്രം, പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. എങ്ങനെ ജനിക്കും, ഏത് വിധത്തിൽ ജനിക്കും, ഇതെല്ലാം ആമേൻ യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. 7:14 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ആ കാര്യം ബോധ്യപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ഇന്ന് രാത്രി 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അതിലെ ഒരു പദമാണ് ഇന്ന് രാത്രി എടുത്ത് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ജനിക്കുന്നതിന് 1700 കൊല്ലം മുമ്പ് പ്രവചനാത്മാവിൽ നിറഞ്ഞ ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവിയെ കണ്ടുകൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ അറിയിച്ച പ്രവചന സൂക്തമാണ് ഇന്ന് രാത്രി വായിച്ചത്. ഇത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. യേശു ക്രിസ്തു ദൈവം അല്ലെന്ന് പറയുന്ന വിഡ്ഢിയാന്മാർ ധാരാളമുണ്ട്. ദൈവത്തിന് മകത്ത് അവർക്ക് അതിൽ തന്നെ ഒരു വാക്യം കുഴപ്പമുണ്ട്, ദൈവമാണെന്ന്. വായിച്ചേ അടുത്ത വാക്യം. അവൻ അത്ഭുത മന്ത്രി,
അവൻ അത്ഭുത മന്ത്രി, ആ. വീരനാം ദൈവം. മതി, ദൈവമാണ് തെളിഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, തർക്കിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു വാക്യം ഇതുണ്ട്. വേറെ ഇഷ്ടം പോലെ വാക്യമുണ്ട്. അത് നമ്മുടെ വിഷയം ഇപ്പം അതല്ലാത്ത കൊണ്ട് അങ്ങോട്ട് പോകേണ്ടെന്ന് നിങ്ങൾക്കറിയാം. യേശുക്രിസ്തു നിത്യദൈവമാണ്, സത്യദൈവമാ, ഏക ദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ. ഇന്നും ആ സർവശക്തനായ ദൈവം ജീവിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ വായിക്കുന്നത് അത്ഭുത മന്ത്രി. നമ്മുടെ കർത്താവ് അത്ഭുതം കണ്ട മന്ത്രിയാ. അവന് അത്ഭുത ചെയ്യുവാൻ കഴിവുള്ളവനാ. ഇന്ന് രാത്രിയും ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവിളക്കന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസ്രായൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും ആരും കാണാത്തവനും കാണാൻ പാടില്ലാത്തവനുമായ ആ നസ്രയനായ ദൈവം യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവിടുത്തെ വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ക്രിസ്തുയേശുവിൻ്റെ 1-2 അത്ഭുതങ്ങൾ നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് രാത്രി ലളിതമായിട്ട്, വളരെ ചുരുക്കമായിട്ട് ലളിതമായിട്ടാണ് പറയുന്നത്. ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാനാണോ ഈ ഇത്രയും ബന്ധപ്പെട്ട് വന്നത്? അത് എന്നെ കൊണ്ട് ഇതേ ഒക്കുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. എന്നെ കൊണ്ട് ഒക്കുന്നതല്ലേ എനിക്ക് ഒക്കുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. ചിലർ കൺവെൻഷനൊക്കെ വിളിക്കുമ്പം പറയും, ഡേറ്റ് ചോദിക്കും. അപ്പം ഞാൻ പറയും, എന്നാ തുടങ്ങുന്നത്? ഇന്ന ദിവസം വരാം. അയ്യോ, അത് ആദ്യ ദിവസമല്ലേ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ആദ്യ ദിവസം വരാം. ആദ്യ ദിവസം വന്നാലും ഒടുവിലത്തെ ദിവസം വന്നാലും എന്നെ ഏൽപ്പിച്ചതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതോ ആദ്യ ദിവസം വന്ന് നിന്നുകൊണ്ട് പറയും, ഒടുവിലത്തെ ദിവസം വരുമ്പം ശീർഷാസനത്തിൽ നിന്നാണോ പറയുന്നത്? അന്നവരും ഇങ്ങനെ ഒക്കുള്ളൂ. എന്നെ ഏൽപ്പിച്ചതേ ഒക്കൂ. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാരെല്ലാം അവനവനെ ഏൽപ്പിച്ചത് ചെയ്യാൻ. എല്ലാവരും ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ എല്ലാവരും ഒരേ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ദൈവം ശുശ്രൂഷ തരാത്ത ആരും വന്നിട്ടില്ല. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയാൽ നമ്മൾ ധന്യരാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ മയ്യിക്കിരിക്കുന്ന കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു വലിയ ശുശ്രൂഷയാണ്. ഇവർ ഈ സ്റ്റേജിൽ നിന്ന് വിഘടിച്ചിരുന്നാലോ ഈ ശുശ്രൂഷ വിജയിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾ പാട്ട് പാടുകയും വാക്യം വായിച്ചു തരികയും ഈ പിയാനോ വർക്ക് ചെയ്യുന്ന അതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾ വന്നിരുന്നില്ലേ ആരോട് പറയാനാ? ഇല്ലേ? നിങ്ങൾ ചിലരിന്ന് ഉറങ്ങുക. എന്നാലും അതൊക്കെ വലിയ കാര്യമാണ്. ഇവിടെ വന്നിരുന്നേ ഉറങ്ങുന്നത്, അതൊക്കെ വലിയ കാര്യമാണ്. വീട്ടിൽ നിന്ന് ഉറങ്ങിയാലോ? അതൊരു ശുശ്രൂഷയാണ്. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. ചില സ്തോത്രം പറയുന്നു, വചനം പ്രസംഗിക്കും, അതൊരു വലിയ ശുശ്രൂഷയാണ്. അവർ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതിന് അവർ ഒത്തിരി സാധനം ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ ഞാൻ കുഴയേ ഉള്ളൂ. അപ്പോൾ അതുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇല്ലേ? ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ ഒരാൾ നിൽക്കുന്നു, ഒരാൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. അവിടെ മാന്യ സഹോദരന്മാർ കസാര ഇട്ട് കൊടുക്കുന്ന ആൾക്കാരെ ക്ഷണിച്ചു, അതെല്ലാം ശുശ്രൂഷയാണ്. എല്ലാവരും സ്റ്റേജിലിരുന്നാൽ പിന്നെ കസാര ഇട്ട് കൊടുക്കാൻ ആരുണ്ട്? സ്തോത്രം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. ദൈവം എല്ലാവരെയും ഓരോ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇനി യോഗം കഴിഞ്ഞ് കസാര മടക്കി അടുക്കി വെക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അതെ, വലിയ ശുശ്രൂഷയാണ്. സ്തോത്രം. ചിലപ്പോൾ ഈ സ്റ്റേജിൽ ചിലപ്പോൾ ആൾക്കാർ വൈകിട്ട് വിശ്രമിക്കുന്നുണ്ടായിരിക്കും. അതും ഒരു ശുശ്രൂഷയാണ്. നമ്മളെല്ലാം പോയി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ കൊതുകടി കൊണ്ട് 1-2 പേര് അല്ല, ഇതൊന്നും ചിലർ ശ്രദ്ധിക്കത്തേ ഇല്ല. നമ്മൾ പോയി അകത്ത് കിടന്ന് നല്ല പൂണൻ്റെ തീറ്റയും തിന്നേച്ച് കട്ടിയുള്ള പുതപ്പിന് AC ഇട്ട് സുഖമായിട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ കൊതുകിൻ്റെ കടിയും കൊണ്ട് കിടക്കുന്നവരും ചിലപ്പം കണ്ടെന്ന് വരാം. അതൊക്കെ ഒരു ശുശ്രൂഷയാണ്. മനസ്സിലായോ? അടുക്കളയിൽ പെരുമാറുന്നതൊരു വലിയ ശുശ്രൂഷയാണ്, അല്ലേ? അതെ. മാർത്ത ശുശ്രൂഷിക്കുന്ന പ്രസംഗിച്ചെന്നല്ല. മാർത്ത പ്രസംഗിച്ചുമില്ല, പ്രവചിച്ചുമില്ല, സ്തോത്രം പ്രവചനവും നടത്തിയില്ല. മാർത്തയുടെ ശുശ്രൂഷ അടുക്കളയിൽ പെരുമാറിയതാണ്. അതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ബഹുമാന്യ സഹോദരിമാരോട് പറയാം, അടുക്കളയിൽ പെരുമാറുന്നതൊരു വലിയ ശുശ്രൂഷയാണ്. നിങ്ങളെ ചിലപ്പം സ്റ്റേജിൽ കാണുകയില്ല, പക്ഷേ നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ അടുക്കളയിൽ നന്നായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ ശല്യമില്ലാതെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒക്കുന്നത്. അല്ലെങ്കിൽ വാക്യം വായിച്ചേച്ച് ഓടേണ്ട ഗതികേട് വരും. വാക്യം വായിച്ചേച്ച് പറയും, പാട്ട് പാടിക്കോ, ഞാൻ പിന്നെ വരാമെന്ന് പറയും. അപ്പോൾ അടുക്കളയിലെ ആ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് അത് കൃത്യമായിട്ട് നിറവേറ്റുന്നത് കൊണ്ട് ഞങ്ങൾക്കും അതൊക്കെ വളരെ ആശ്വാസമാണ്. അത് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്തെങ്കിലും ഒരേ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്.
അത് മനസ്സിലാക്കി അത് ചെയ്താൽ ഏറ്റവും ധന്യകരമായിരിക്കും. ആട്ടെ, ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയത്തിന് വരാം. യേശുക്രിസ്തു അത്ഭുത മന്ത്രിയാ, അത്ഭുത മന്ത്രി. നമുക്കറിയാം ക്രിസ്തുയേശുവിൻ്റെ അത്ഭുതങ്ങൾ നിരവധിയുണ്ട്. നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്നല്ല കൊടുത്തിരിക്കുന്ന അടയാളം എന്ന അടയാളം. അത് യോഹന്നാൻ പറയുന്നുണ്ട്, അനേക അടയാളം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്ന 21:25 വായിച്ച യോഹന്നാൻ 21:25 പെട്ടെന്ന് വായിച്ചു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് അങ്ങോട്ട് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പ്രധാനമായിട്ട് ഏതാണ്ട് 8 അടയാളങ്ങളെ പറ്റി കൊടുത്തിട്ടുള്ളൂ. യേശു ചെയ്തത് 8, 18, 80 ഒന്നുമല്ല. നിരവധി അടയാളം അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ ഒരടയാളം ചെയ്താൽ മതി, പിന്നെ അതായിരിക്കും എടുത്തിട്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കീച്ചുന്നത്. എങ്ങനെയോ ഒരു രോഗി എന്തുവാ ഇത് വെച്ചോണ്ട് വരികയല്ല, എന്നെ അതിന് പറയുന്നത് വീൽ ചെയറല്ലെന്ന് കക്ഷത്തിൽ വെച്ച് സ്ട്രെച്ചറോ എന്തേലും ആട്ടെ, മനസ്സിലായോ? അതറിഞ്ഞാൽ മതി. പ്രാർത്ഥിച്ചപ്പോൾ അത് കളഞ്ഞു, പുള്ളി നടന്നു. ദൈവം അത്ഭുതം ചെയ്തതാണ്. പിന്നെ ഈ പ്രാർത്ഥിച്ച പുള്ളി പോകുന്നിടത്തല്ല ഇതിന്റെ പരസ്യമാണ്. ഒരത്ഭുതം ചെയ്തു. ഇതെടുത്തിട്ട പുള്ളി വരുമ്പോഴെല്ലാം ഇതെല്ലാം ഇത് കാണിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആരേലും എവിടെയും ഒരു അത്ഭുതം അവർ ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാ. പക്ഷെ അവരുടെ ശുശ്രൂഷയിലായിരിക്കും നടന്നത്. ആയിക്കോട്ടെ, പിന്നെ അതെടുത്തിട്ടാണ് പ്രകസനമെല്ലാം നടത്തുന്നത്. എന്നാൽ യേശു അങ്ങനല്ല. 1, 2, 10, 100 ഒന്നുമല്ല. നിരവധി അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ഏതാനും ചില അത്ഭുതങ്ങളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതെന്തിനാ കൊടുത്തേക്കുന്നത്? 20:30 വായിച്ച 20:30 യോഹന്നാൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണെ ചെയ്തെന്ന. യേശു ചെയ്ത അടയാളമില്ല. അങ്ങനെ പക്ഷപാത രോഗിയോട് പറഞ്ഞിട്ട് തന്നെ നടക്കാൻ പറഞ്ഞു. അന്നേരം അവൻ നടന്നു. അങ്ങനത്തെ അത്ഭുതമൊക്കെയാണ് യേശു ചെയ്തത്. ഒരുത്തൻ കുഷ്ഠരോഗിയാ, മുഴുവൻ കുഷ്ഠമാ, തൊട്ടു, അന്നേരം സൗഖ്യമാക്കി. എല്ലാവരും കണ്ടു കുഷ്ഠം മാറിയത്. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന്മാര് അങ്ങനെ ഇല്ല. വയറ്റിനകത്തൊരു മുഴ, അതാരാ കാണുന്നത്? ഈ മുഴക്കേസുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ട്. ഞാനതിന് എതിര് പറഞ്ഞതല്ല. പുറമേ പ്രത്യക്ഷമായിട്ടുള്ളത് പലതും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. സ്തോത്രം. ഞാൻ അടയാളത്തിന് എതിര് പറഞ്ഞതല്ല. സ്തോത്രം. യേശു ചെയ്തതെല്ലാവരും കാണുകയാണ്. മുഴുവൻ കുഷ്ഠമായിട്ടൊരുത്തം വന്നു, യേശു തൊട്ടു, അന്നേരം സൗഖ്യം. എല്ലാവരും കണ്ടു. 38 കൊല്ലമായിട്ടൊരുത്തം കിടക്കുക. മനസ്സുണ്ടോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കുളത്തിലിറക്കാൻ, എഴുന്നേറ്റ് കിടക്കാൻ പറഞ്ഞു. അന്നേരം അവന് എല്ലാവരും കാണുക, അവൻ നടന്നു പോകുന്നു. പിറവിയിലെ കുരുടൻ ഒരുത്തനെ, അവൻ ജനിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് കണ്ണ് കാണാൻ മേല, തുപ്പി ചേറുണ്ടാക്കി കണ്ണ് തൂത്തച്ച് ശിലോകം കള്ളത്തിൽ കിടക്കാൻ കഴുകി. എല്ലാവരും ഇത് കാണുക. യേശു ചെയ്ത് എല്ലാവരും കാണുകയാണ്. പത്രോസിന്റെ വീട്ടിൽ വന്ന് തള്ള പനിച്ച് കിടക്കുക. യേശു അവളെ തൊട്ടു, അന്നേരം എഴുന്നേറ്റ് ശുശ്രൂഷം ചെയ്തു. എല്ലാവരും പത്രോസും കണ്ടു, പത്രോസിന്റെ വെമ്പളയും കണ്ടു, ശിഷ്യന്മാരും കണ്ടു. യേശു എല്ലാവരും കാണുകയാണ് ചെയ്തതല്ല. നമ്മുടെ പല പുള്ളിക്കാരും ആരും കാണാത്ത രോഗശാന്തിയാണ്. അല്ല, ഈ വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ 30-ാം വാക്യം വായിച്ചേ മോളെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു.
എന്നാൽ യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചാൽ മാത്രം പോരെ, വിശ്വസിച്ചിട്ട് നാമത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നിരവധി അനവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടി എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല. എന്നാൽ ഏതാനും ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും ശബ്ദപരിധിയിൽ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന ഏവരും, ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്. വിശ്വസിക്കാൻ മാത്രം പോരാ, വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവൻ ഉണ്ടാകണം. നിത്യജീവൻ തരാനാണ് യേശു വന്നത്. യേശു കൊല്ലാൻ വന്നതല്ല, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. അനുതാപത്തിൻ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ കരുണയുള്ള അരുമനാഥൻ ക്ഷമയാരൂടും നിത്യജീവൻ തരുവാനാ യേശു സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ എന്തിനാ ഈ അടയാളങ്ങൾ ചിലത് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്? യേശു ക്രിസ്തു അവൻ നിത്യദൈവം, സത്യദൈവം, ഏക ദൈവം, നിത്യജീവൻ കൊടുക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്താൽ എല്ലാവർക്കും നിത്യത കരസ്ഥമാക്കണം. അതിനായത് അങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ നമുക്ക് അറിവുള്ള കാര്യമാണ്. സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിക്കുന്ന വിഷയമാ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം. ഏതാ മോളെ? അവളോടല്ലേ ചോദിച്ചു? യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 2:11 വായിച്ചു. 2:11 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11. യേശു അത്ഭുതമന്ത്രിയാ. ആ അത്ഭുതമന്ത്രിയാകുന്ന യേശു ക്രിസ്തുവിന്റെ 1-2 അത്ഭുതങ്ങളെ പറ്റി ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. വായിരുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ക്രിസ്തു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ശ്രദ്ധിക്കുക, ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം നടക്കുക. അങ്ങനെയാണല്ലോ 2-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇത് യോഹന്നാന്റെ കല്യാണമാണെന്നാ പറയുന്നത്. യോഹന്നാന്റെ അമ്മയും യേശുവിന്റെ അമ്മയും ജ്യേഷ്ഠത്തെയും അനുജത്തിയായിരുന്നെന്ന ശലോമി. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത് യോഹന്നാന്റെ സുവിശേഷം, പക്ഷേ ആ സുവിശേഷം 21 അധ്യായത്തിൽ യോഹന്നാന്റെ പേര് കൊടുത്തിട്ടില്ല. ഒറ്റ അധ്യായത്തിൽ പോലും യോഹന്നാന്റെ പേര് കൊടുത്തിട്ടില്ല. നമ്മളായിരുന്നല്ലോ എല്ലാ അധ്യായത്തിലും നമ്മുടെ പേര് കൊടുത്തേനെ. നമ്മുടെ നോട്ടീസ് തന്നെ നമ്മുടെ പേര് ചെറുതായ ആ നോട്ടീസ് എല്ലാം കൂടെ കത്തിച്ചു വീണ്ടും നോട്ടീസ് അടിക്കും. അങ്ങനെ നോട്ടീസ് ഇറക്കിയ ആൾക്കാരെ എനിക്കറിയാം.
സെൻട്രൽ പാസ്റ്ററുടെ പേര് അല്പം ചെറുതായിപ്പോയി. അത് പ്രസ്സുകാർ ചെയ്തതാണ്, അല്ലാതെ കൊടുത്തവൻ്റെ കുഴപ്പമല്ല. പുള്ളി നോക്കി വെച്ച് പറഞ്ഞു, എൻ്റെ പേര് സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ, ഇത് മുഴുവൻ കളഞ്ഞേച്ച് പുതിയത് നമുക്ക് അടിക്കണമെന്ന്, പേര് വലുതാക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ യോഹന്നാനായി ഇത് എഴുതിയെങ്കിലും പേര് കൊടുത്തിട്ടില്ല. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. ഇത് പുള്ളിയുടെ കല്യാണമാണ്. വേദപുസ്തകത്തിൻ്റെ ചില പ്രയോഗങ്ങൾ അങ്ങനെ. യോഹന്നാന്റെ കല്യാണമാണ്. നമ്മളായിരുന്നേ പറയണം, 3-ാം നാൾ ഗലീലയിൽ എൻ്റെ കല്യാണമായിരുന്നു. എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ യേശുവിനെ ഞങ്ങൾ വിളിച്ച് ക്ലിയർ ആയേനും പെട്ടെന്ന്. അപ്പം ഇത് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. എന്നാൽ യോഹന്നാന്റെ ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ പേര് വെളിപ്പെടുത്തുവാൻ താൻ താല്പര്യപ്പെട്ടില്ല. ഈ ശിഷ്യൻ, വേറൊരു ശിഷ്യൻ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ ഒരു വിശേഷത, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പിടികൂടി ക്രൂശിക്കാൻ കൊണ്ടുപോയി മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിക്കളഞ്ഞു, അകന്നു മാറി, ചിലരെ അകലം വിട്ട് നടന്നു. പക്ഷേ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ഒരാളെ ഉള്ളു, യോഹന്നാൻ. എൻ്റെ ഭാഷ പറഞ്ഞ പത്രോസൊക്കെ വലിയ ഗീർവാണമൊക്കെ പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ കുറ്റം പറയല്ല. അവരെല്ലാം പറഞ്ഞു, ആരാ കർത്താവ് എന്നൊക്കെ ചോദിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ യേശുവിനെ പിടിച്ചു കഴിഞ്ഞ് ആ പീഡകൾക്ക് ഏൽപ്പിച്ച സമയത്ത് ശിഷ്യന്മാരാരും അടുത്തില്ല, എല്ലാവരും വിട്ടേച്ച് പോയി. എന്നാൽ ക്രൂശിൻ്റെ ചുവട്ടിലും മാറാതെ ആ ക്രൂശീകരണം വ്യക്തമായിട്ട് കണ്ടയാള് യോഹന്നാന്. അതുകൊണ്ടാണ് കർത്താവ് താൻ സ്നേഹിച്ച ശിഷ്യനോട് അങ്ങനെ എഴുതിയേക്കുന്ന, എന്നിട്ടും പേര് എഴുതിയിട്ടില്ല. യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, യേശു എന്നോടാ ഒടുവിൽ പറഞ്ഞയച്ച് മരിച്ചത്. നമ്മളായിരുന്നു പറയാം, പിന്നെ മരിച്ചപ്പോൾ ഞാനേ ഉള്ളായിരുന്നു. എന്തോ പറഞ്ഞു, എന്നോട് എല്ലാം പറഞ്ഞു, പിള്ളേരോട് പോലും ഒന്നും പറഞ്ഞില്ല. മുഴുവൻ കാര്യം ഞാനില്ലായിരുന്നു അടുത്ത്. പിന്നെ നമുക്ക് അനുശോചനത്തിൻ്റെ സമയത്തൊന്ന് സമയം തന്നെ നമ്മളതെല്ലാം ഒന്നുകൂടെ പൊലിപ്പിച്ച് വിസ്തരിച്ച് പുള്ളി പറയാത്ത കാര്യവും കൂടെ നമ്മൾ. പക്ഷെ യോഹന്നാന്റെ ആ വിശേഷത ഇങ്ങനെ പറഞ്ഞത്, യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ, അത്ര പറഞ്ഞോളൂ. ക്രൂശിന്റെ ചുവട്ടിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് 3-ാം നാൾ ഈ കല്യാണം യോഹന്നാന്റെ കല്യാണമാണ്. യേശുവിന്റെ അമ്മയുടെ സഹോദരി ആ ശലോമി യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. ഇനി ആ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ, അങ്ങനല്ലേ, ഗലീലയിലെ കാനാവിൽ ഈ കല്യാണം നടന്ന വീട് നിങ്ങൾക്ക് മനസ്സിലാകും. വീഞ്ഞ് പോരാതെ വരിക, അല്പം ബുദ്ധിമുട്ടായി, വീഞ്ഞില്ല, തീർന്നു, ഞെരുക്കമായി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, ഇവിടെ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുക. ഈ ഗലീലയിലെ കാനാവെന്ന് പഠിക്കുമ്പോൾ, അത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇത് ഒരു നല്ല അന്തരീക്ഷവും നല്ല സ്ഥലവും അല്ല. ഗലീലയിലെ കാനാവ്, ഈ സ്ഥലത്തിന് പണ്ട് കാബൂൽ ദേശം എന്നാ പറയുന്നത്. കാബൂൽ ദേശം നല്ല സ്ഥലമല്ല. ഈ സ്ഥലത്തെ പറ്റി പഠിക്കുമ്പോൾ, ഇത് ആശേർ ഗോത്രത്തിന് അവകാശമായി കൊടുത്ത ഭൂമിയും നഫ്താലിയും സെബൂലൂനും ഒക്കെ കൈവശപ്പെടുത്ത ഭാഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ. അപ്പോൾ ഇത് ഈ സ്ഥലത്തെ പറ്റി പഠിക്കുമ്പോൾ, പണ്ട് ദാവീദ് ദൈവാലയം പണിയുവാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ ആലയം പണിയണ്ട, നിന്റെ മകൻ ശലോമോൻ ആലയം പണിയും. അങ്ങനെ ശലോമോൻ ആലയം പണിയുവാൻ അപ്പൻ്റെ സ്നേഹിതനാകുന്ന ഹീരാമിനോട് തടി ചോദിച്ചു. ലബനോൻ വനത്തിൽ കയറി തടി വെട്ടാൻ അനുവാദം കൊടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ വെട്ടാൻ അത്ര പോരാ, സീദോന്യര് മരം മുറിക്കാൻ സമർത്ഥന്മാരാ. അങ്ങനെ സീദോന്യര് ലബനോൻ വനത്തിൽ കയറ്റ് വെട്ടി. ആ കയറ്റ് വിട്ട് സരളവൃക്ഷങ്ങളും ദേവദാരുവും ഒക്കെ മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് നദിവഴി കടത്തിക്കൊണ്ടുവന്ന് പണിത ശലോമോന്റെ ദേവാലയം. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ തടി വെട്ടാൻ ആൾക്കാരെയും ഹീരാം കൊടുത്തു. ഹീരാം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സ്നേഹിതനാ. അവിടെ വായിക്കുന്ന സോർ രാജാവാകുന്ന ഹീരാമെന്ന.
അങ്ങനെ ഹീരാം തടി കൊടുത്തതിന് പ്രതിഫലമായിട്ട് ശലോമോൻ ഹീരാമിന് 10-20 പട്ടണങ്ങൾ കൊടുത്തു. ആ പട്ടണത്തിൽപ്പെട്ട സ്ഥലങ്ങളാ ഈ ഗലീലയിലെ കാനാവും. ഒന്ന് വായിച്ചു. ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 മുതൽ വായിച്ചു പെട്ടെന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 മുതൽ ആണോ? ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോൻ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും ശലോമോൻ ഇഷ്ടം പോലെയൊക്കെയും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീലാദേശത്ത് 20 പട്ടണങ്ങൾ കൊടുത്തു. വായിച്ചു. ഹീരാമിന് ഗലീലാദേശത്ത് 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങൾ കാണേണ്ടതിന് അവൻ സോറിൽ നിന്ന് വന്നു. അടുത്തത്, എന്നാൽ അവന് ബോധിച്ചില്ല. എന്നാൽ ഈ പട്ടണം ഒന്നും ഹീരാമിന് ബോധിച്ചില്ല. ശലോമോൻ ബുദ്ധിമാന, ഒക്കരുതാത്ത പട്ടണമായി കൊടുത്തത്. അത്ര ബുദ്ധിമാന. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. ചില പറയാം, ഞാൻ എൻ്റെ സാരി ഇന്നാൾ ഒരു സഹോദരിക്ക് കൊടുത്തു. ഏത് സാരിയാ കൊടുത്തേ? ഒന്നേ തട്ടിക്കേറിയത്, അല്ലേ പൊടിഞ്ഞത്, അല്ലേ പഴയത്, അല്ലേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്. മിണ്ടണ്ട. ഞാൻ ഈയിടെ ഒരു സഹോദരന് ഷർട്ട് കൊടുത്തു. ഏത് ഷർട്ടാ കൊടുത്തേ? നമുക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല, അല്ലേ ഒന്ന് പഴകി. അപ്പം ഇട്ടപ്പോൾ ആരോ പറഞ്ഞു, നിനക്ക് ചേരുന്നില്ല, നമുക്ക് ചേരാത്തത് കൊടുത്തെന്ന്. ഉദാഹരണം പറയാം. ഉദാഹരണം ഉടക്കൊന്നും ഉണ്ടാക്കാനല്ല. വീട്ടുപ്രാർത്ഥന കഴിഞ്ഞു, അല്ലെ നമ്മുടെ ഏതെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞു, ഭക്ഷണമെല്ലാം ഉണ്ടാക്കി. ഒരു കാര്യം ബാക്കി വീഴുന്ന കൊടുക്ക്. എന്തുവാ കൊടുക്കുന്നത്? സാമ്പാർ കുറച്ച് കൊടുത്തു വിടും. എന്നാൽ ചിക്കൻ കൊടുക്കണ്ട, സാമ്പാർ കൊടുത്തു. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. സാമ്പാർ കൊടുത്തു, കുറച്ചേറെ കൊടുത്തു. അച്ചാറൂടെ കുറച്ച് കൊടുക്കുക. ബീഫ് ഒലത്തിയത് അത് വേണ്ട. ഉറങ്ങുകയാണോ അതോ സ്തംഭിച്ചിരുന്നതാണോ? നമ്മളെല്ലാം കൊടുക്കുന്നവരാ, എല്ലാവരും ഭയങ്കര നന്നായിട്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ ഇത് തന്നെ ശലോമോനും കാണിച്ചത്. 20 പട്ടണം കൊടുത്തു. പേരൊക്കെ 20 പട്ടണം പുള്ളി കൊടുത്തു. 20. ചിലർക്ക് സ്ഥലം കൊടുക്കും, വഴിയില്ല, പുഴയില്ല, ആധാരം കുരുക്കിനകത്താ. കൊടുത്തെന്ന് പേരും. മാന്യമായിട്ട് കൊടുക്കുന്നവരുണ്ട്, അവരെ നിങ്ങൾ കണ്ടുപിടിച്ചേ. ചിലർ ഇഷ്ടം പോലെ വീട് വെച്ച് കൊടുക്കും. ഒത്തിരി വീട് വെച്ചില്ല, കൊടുക്കുമ്പോൾ നല്ലത് ഒന്നും കൊടുക്കണം. ഇത് പേര് കിട്ടാനാ. ഞങ്ങൾ 50 വീട് വെച്ച് കൊടുത്തു. 50 വീടോ? 50 വീട്. സോപ്പ് പൊട്ടി പോലെ 2 മുറി. അടുക്കളക്കകത്ത് നിന്നൊന്ന് തുമ്മാനൊക്കത്തില്ല, തുമ്മുമ്പം ഭിത്തിയച്ചെന്ന് ഇടിച്ചു തല. എന്തിനങ്ങനെ കൊടുക്കുന്നു? കൊടുക്കുമ്പം വൃത്തിയായിട്ട് കൊടുക്ക്. 50ന്റെ കണക്കങ്ങ് നിർത്തി വെച്ചൊരു 10 പേർക്ക് കൊടുക്കുക. ഒന്നുമില്ല, 10 പേർക്ക് വൃത്തിയായിട്ട് ഇല്ലേ? അങ്ങനെ എന്ന് പറഞ്ഞാൽ ഗതി പിടിക്കരുത്. കുറച്ച് പൈസ എന്നുവെച്ച് പറയും, ഇത്രയും പണി കഴിയുമ്പം ബാക്കി, അത് കഴിയുമ്പം ബാക്കി, ഇത് കഴിയുമ്പോൾ ഇതൊട്ട് ഗുണമാകുകയില്ല, ശരിയാകുകയില്ല. കണ്ടമാനം കൊടുത്തില്ലെങ്കിലും കൊടുക്കുന്നവന് വൃത്തിയായിട്ട് കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ആശയം പറഞ്ഞെന്നുള്ള ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. എല്ലാവർക്കും പേരും പ്രശസ്തിയും കിട്ടണം. കിട്ടുന്നവന് ഗുണമാകരുത്.
അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ശലോമോൻ 20 പട്ടണം കൊടുത്തു. പക്ഷെ ഈ 20 പട്ടണം കൊടുത്തിട്ട് പട്ടണം അത്ര ഗുണമുള്ളതല്ല. ഒന്നുകൂടെ വായിച്ചപ്പോൾ ശലോമോൻ കൊടുത്ത പട്ടണം കാണേണ്ടതിന് ഹീരാം ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടത് ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് സോറിൽ നിന്ന് വന്നു. ഹീരാം സോറിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. പുള്ളിക്ക് ഇത് ബോധിച്ചില്ല. അങ്ങനത്തെതാ കൊടുത്തത്, ബോധിച്ചില്ല, ബോധിക്കാത്തതാ കൊടുത്തത്. നമുക്ക് ബോധിക്കാത്ത എല്ലാവർക്കും കൊടുത്തിട്ട് എന്നെ ക്രെഡിറ്റ്. നമുക്ക് ബോധിച്ചത് കൊടുക്കണം. നീ ഒരു ഷർട്ട് കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഷർട്ട് കൊടുക്കണം. അതാ മാന്യത. ഉദാഹരണമാ, നീ ഒരു സാരി കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല സാരി കൊടുക്കണം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം. ഉണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം വേണ്ടേ? അവർക്കും സാമ്പാറും തോരനുമായിട്ട് കൊടുത്ത്, അച്ഛന് അച്ചാറൂടെ കൊടുത്ത്, മീൻ വറുത്തത്, കരിമീൻ പൊളിച്ചു, അങ്ങനൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമില്ല. പന്തിയിൽ പക്ഷാഭേദവും പാടില്ല. സ്തോത്രം. നമ്മുടെ കൊച്ചിന് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക, അപ്പുറത്തെ കൊച്ചിന് കട്ടൻ കാപ്പി. 2 പിള്ളേർ ഒന്നിച്ച് മുറ്റത്ത് കളിക്കുക. അപ്പുറത്തെ കൊണ്ട് എന്താണ് കുടിക്കടാ, ചൂട് തരട്ടെ. അവൻ പറഞ്ഞ് വേണ്ട. എന്നാ ഇന്ന് നീ വീട്ടിൽ പോ. നമ്മുടെ ബൂസ്റ്റ് ഇട്ടത് 2 പിള്ളേർ ഒരുപോലെ കളിച്ചതാ. നിങ്ങൾക്ക് മനസ്സിലാകാടിയാന്നോ പൊട്ടം കളിക്കുകയാന്നോ? കൊടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ബൂസ്റ്റേ ഉള്ളു, അത് മൊത്തം ഇട്ടേച്ച് പപ്പാതി കൊടുക്കണം. 2 പിള്ളേർക്കും കൊടുക്കണം. നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഞാൻ ഈ തത്വത്തിൽ നിൽക്കുന്നയാളാ. എനിക്ക് ഈ വിളച്ചിലൊന്നും കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നോടും വലിയ തൃപ്തിയൊന്നുമില്ല. കൊടുത്തെന്ന് പേരും പ്രശസ്തിയോ ഭയങ്കര കൊടുക്കുന്നയാളാ കേട്ടോ. ദൈവത്തിന് മഹത്വം. ശലോമോൻ വലിയ നല്ല മോനല്ലേ ഇവൻ. ഭയങ്കര ബുദ്ധിമാനാ. ഇവനെ കൊള്ളുകാലാത്ത 20 പട്ടണം. ഹീരാം വന്ന് ഈ പട്ടണം കാണാമെന്ന്. സഹോദര ഇതെന്നതാ? ഒന്നുകൂടെ വായിച്ചേ. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോറിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. പുള്ളിക്ക് ഇത് ബോധിക്കാത്തതായി കൊടുത്തത്. പിന്നെ സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങളെ എന്ത് എന്ന് അവൻ പറഞ്ഞു. എന്റെ സഹോദര, ഇങ്ങനെയാണോ തരുന്നത്? ഇതാണോ എനിക്ക് തരുന്നത്? ഞാൻ നിനക്ക് നല്ല തടിയല്ലേ തന്നെ അല്ലേ? നല്ല തടി. എന്തോ തടി അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ വായിച്ചേ. വായിക്കാൻ. തടി എന്തോ തടിയാ കൊടുത്തത്? നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന്. 11-ാം വാക്യം വായിച്ചേ. സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് പണ്ടൊരാൾ വായിച്ചു സരള മരം കൊടുത്തായിരുന്നെന്ന്. ശലോമോൻ പുള്ളിക്കും തൃപ്തിയായി. എല്ലാരും കൊടുത്തത് സരള ശലോമോന്. അവൾ ഈ നല്ല മരങ്ങളെല്ലാം കൊടുത്തു, ദേവദാരുവും സരളവൃക്ഷവും ഒക്കെ കൊടുത്തു. അപ്പൊ തിരിച്ചും അങ്ങനെ ചെയ്യണ്ടേ? വേണ്ടേ? പുള്ളി കൊടുത്തത് അത്ര കൊള്ളുകയില്ലാത്ത പട്ടണമാ. 20 എണ്ണം. എണ്ണമൊക്കെ വെക്കാം 20, പക്ഷെ കൊള്ളുകയില്ല. അപ്പൊ ഹീരാം ശലോമോനോട് ചോദിച്ചു, എന്റെ സഹോദര ഇങ്ങനാന്നോ നീ എനിക്ക് തന്നിരിക്കുന്ന പട്ടണങ്ങൾ? എന്ത്? അടുത്ത വാക്യം. അവയ്ക്ക് ഇന്ന് വരെ കാബൂൾ ദേശമെന്ന് പേരായിരിക്കുന്നു. ഹീരാമോ രാജാവിന് 120 താലന്ത് പൊന്ന്. 120 താലന്ത് പൊന്ന് കൊടുത്തു. അയാളെ കാശുകാരനാ. ആരാ? ഹീരാം. എവിടുത്തുകാരനാ? സോർ രാജാവ്. കാശുകാരനാ. 45:13 വായിച്ച സങ്കീർത്തനം. 45:13. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. പിന്നെ അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും. 12-ാം വാക്യം വായിച്ചേ. 12-ാം വാക്യം. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. ഒരു കാശുകാരാ. സോർ നിവാസികൾ
ജനത്തിലെ ധനവാന്മാർ തന്നെ. അപ്പൊ ഈ ഹീരാം സോർ രാജാവാ, ഇഷ്ടം പോലെ കാശുണ്ട്, കണ്ടമാനം കാശുള്ളവന്റെ ഇടയ്ക്കായി വിളച്ചിലല്ല കാണിച്ചതും. നമ്മള് കല്യാണത്തിനൊക്കെ ഈ സങ്കീർത്തന വായിക്കുന്ന ഏതാ? 45. സോർ നിവാസികൾ ദേശത്തിലെ സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. ധനവാന്മാര് സോർ നിവാസികൾ. കല്യാണത്തിന് വായിക്കുക, നല്ല സങ്കീർത്തനമാ. വായിച്ചേച്ച് ഇതുവരെയും വീഡിയോക്കാരൻ്റെ പൈസ കൊടുത്തില്ല, കേറ്ററിംഗുകാരന് കൊടുത്തില്ല, അവൻ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫാ. വായിച്ച സങ്കീർത്തനം ഏതാ? കല്യാണത്തിന് ഒരുങ്ങി വന്ന കാറ് പിന്നെ BMW, അതിൻ്റെ വാടക കാശ് ഇതുവരെ. വായിച്ച സങ്കീർത്തനം എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ. അപ്പൊ സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാരാ. ഇങ്ങനെയുള്ള പുള്ളിക്ക് പട്ടണം കൊടുത്തു. പട്ടണം ഇത് കാബൂൾ ദേശം, 20 സ്ഥലവും കാബൂൾ ദേശം. ഈ കാബൂൾ ദേശത്തിൽപ്പെട്ട സ്ഥലമാ ഗലീലയിലെ കാനാവല്ല. ഈ ദേശത്തിന് വേറെ 1-2 കുഴപ്പടികളുണ്ട്. വായിച്ചേ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. യെശയ്യാവ് 9:1-2. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന്, ഈ ദേശത്തിന്റെ കുഴപ്പടി കണ്ടോ? ഒന്ന് കഷ്ടതയുള്ള ദേശം. കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. തിമിരമുള്ള ദേശം, കഷ്ടതയുള്ള ദേശം, തിമിരം. കാബൂൾ ദേശം അതാ, കഷ്ടത, തിമിരം. പിന്നെ അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തി. ഹീനത. അപ്പോൾ കഷ്ടത, തിമിരം, ഹീനത, കൊള്ളുകയില്ലാത്ത ദേശം, അതായി ദേശം. ഇത് മൊത്തത്തിൽ ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളാണ് ഇത് മുഴുവൻ ഗലീല. എന്നാൽ ഒരു കാര്യം പറയാം, കഷ്ടതയുണ്ട്, തിമിരമുണ്ട്, ഹീനതയുണ്ട്, അന്ധതയുള്ള ദേശമാണ്. നിങ്ങൾ പുസ്തകം മൊത്തം പഠിച്ചേ. യേശുക്രിസ്തു അവിടെയുള്ളവരെ ആ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു യേശു ഈ അന്ധതയും ഹീനതയും കഷ്ടതയും തിമിരവും കെടുതിയുമുള്ള ദേശത്ത് നിന്ന് ശിഷ്യന്മാരെ, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ എന്ന് പറഞ്ഞാൽ, നിന്റെ അന്ധത മാറ്റുവാനും ഹീനത മാറ്റുവാനും നിന്റെ തിമിരം മാറ്റുവാനും കെടുതി മാറ്റുവാനും നിന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തുവാൻ കഴിവുള്ള ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞ ഭാഗം വിടാം, അല്ല പിന്നെ അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന്റെ മഹത്വം. ഈ ഹീരാമിന്റെ സമ്പത്ത് കൊണ്ട് ഈ കഷ്ടതയും ഹീനതയും മാറ്റാൻ ഒത്തില്ല. അതാ പുള്ളി പറഞ്ഞത് എന്നാ തലവാന്ന്. ശലോമോന്റെ ജ്ഞാനം കൊണ്ടും ഇതിന്റെ ഹീനത മാറ്റാൻ ഒത്തില്ല. എന്നാൽ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, യോനയിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ. അവൻ ഈ ദേശത്ത് വന്നപ്പോൾ അന്ധത മാറിയെന്ന വായിച്ചേ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. അറിവുള്ള വാക്യമാ. മത്തായി 4:12. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ. അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. ഗലീല ദേശമെല്ലാം കാബൂൾ ദേശമാ. അന്ധതയുള്ള, ഇരുണ്ട്, തിമിരമുള്ള, ഹീനതയുള്ള ദേശമാണ് ഗലീലയും കാനാവുമല്ല. ആ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രയത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഹൂമിൽ ചെന്ന് പിന്നെ സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയിലെ കാനാവിലാ കല്യാണം. ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞ വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ദേശത്തിന്റെ കുഴപ്പടി എന്നാണെന്നറിയാമോ? 1 കഷ്ടത, 2 തിമിരം, 3 ഹീനത, 4 മരണത്തിന്റെ ദേശം. ആ ദേശത്താ യേശു ക്രിസ്തു വന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ. അവൻ ഹീരാമിന്റെ സമ്പത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ് യേശുവിന്റെ സാന്നിധ്യത്താൽ നടന്നത്.
ശലോമോന്റെ ജ്ഞാനം കൊണ്ട് നടക്കാത്ത വിഷയമാ ശലോമോനിലും വലിയവനാകുന്ന യേശു വന്നപ്പോൾ അത് മുഴുവൻ മാറ്റിച്ചത്. നിന്റെ ഹീനത മാറ്റുവാൻ, മരണഭീതി മാറ്റുവാൻ, ചിത്തഭ്രമം മാറ്റുവാൻ, കെടുതി മാറ്റുവാൻ, നിന്റെ അന്ധത മാറ്റുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. ഇന്ന് രാത്രിയാ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കൊല്ലുന്ന മരണത്തിൻ കൊരതര വിച്ചപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ കൊരതര വിച്ചപ്പല്ലു തകർത്തതാകയാൽ, ഇനി തല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാൽ. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതെ, ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഗലീലയിലെ കാനാവിൽ കല്യാണമുണ്ടായി, യോഹന്നാന്റെ കല്യാണം. യേശുവിൻ്റെ അമ്മയും യേശുവും ശിഷ്യന്മാരും ഒക്കെ കല്യാണ വീട്ടിലുണ്ട്. നിങ്ങൾക്കറിയാം, അത് വളരെ അസ്വസ്ഥതപ്പെട്ടൊരു സമയമായി. വീഞ്ഞ് തീർന്നു, പിന്നെ ഈ ആൾക്കാർ വരികയും ഒക്കെയായി. വീഞ്ഞ് തീർന്നു. അപ്പോൾ ശുശ്രൂഷക്കാരെ, എൻ്റെ ഭാഷ, കലവറയിൽ കമ്മിറ്റി കൂടി. കലവറയിലാണെന്നില്ല ഇതെടുത്ത് കൊടുക്കുന്ന, കലവറ കമ്മിറ്റി കൂടിയും പറഞ്ഞു വീഞ്ഞ് തീർന്നു. പിന്നെ ആൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞാണ്ട് പിന്നെയും വരുന്നെന്ന്. ചുരുക്കി പറഞ്ഞാൽ എന്തോ ചെയ്യും, നാണക്കേടാകാൻ പോവുക, ആകെ പ്രയാസമാകാൻ പോവുക. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട്. സ്തോത്രം, അമ്മ വന്നിട്ടുണ്ട്. കമ്മിറ്റി പെട്ടെന്ന് അടിയന്തര കമ്മിറ്റി കൂടി അമ്മയുടെ അടുക്ക വന്ന് പറഞ്ഞു, അമ്മാമ്മ ഇടയ്ക്കൊന്ന് നിൽക്കണം. അമ്മ ചോദിച്ചാൽ എന്തിനാ? അമ്മാമ്മ മോനോടൊന്ന് പറയണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഇടയ്ക്കൊന്ന് നിൽക്കണം. അമ്മാമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഇടയ്ക്ക് നിന്നിട്ടില്ല. അല്ല, ഇന്ന് മുതൽ തുടങ്ങണം, ഇന്ന് മുതൽ ഇടയ്ക്കൊന്ന് നിൽക്കണം. അമ്മാമ്മ പറഞ്ഞു, ഞാൻ നിന്ന സക്സസ് ആകുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞില്ല, അമ്മാമ്മ നിന്നാലേ ഓക്കൂ. അങ്ങനെ മറിയത്തെ മധ്യസ്ഥതയോടെ ഇടയ്ക്ക് നിർത്തി. മറിയത്തോട് പറഞ്ഞു, മോനോട് പറയണം, യേശുവിനോട് പറയണം വീഞ്ഞ് തീർന്നെന്ന്. അങ്ങനെ നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, അമ്മ മകൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു വീഞ്ഞ് തീർന്നു. അപ്പൊ യേശു അമ്മയോട് ചോദിക്കുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഈ വാക്യം വായിച്ചേച്ച് നമ്മുടെ ആൾക്കാർ ചിലര് പറയും ഒരു ബന്ധവും ഇല്ലായിരുന്നെന്ന്. അല്ലല്ല, അമ്മ തന്നെയാ. അമ്മ എന്നുള്ള ബന്ധം എങ്ങനെ മാറുന്നേ? ഇത് കമ്പോളത്തിൽ കിട്ടുന്നതാണോ? പെറ്റതള്ള എന്നും പെറ്റതള്ളയാ. പെറ്റതള്ളയ്ക്ക് പകരം 100 തള്ളമാരെ നിർത്തിയ ഒക്കത്തുമില്ല. ഒക്കത്തില്ല. കാശ് കൊടുത്താൽ ചിലപ്പോൾ ആൾക്കാർ വരും, കാശ് കൂടുന്നതിനനുസരിച്ച് കാര്യം. പക്ഷേ പെറ്റതള്ളയ്ക്ക് പെറ്റതള്ള തന്നെ ഒക്കൂ. നൊന്തവനെ അന്തം പായുവോളെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്. മക്കൾക്കൊരു പ്രയാസം വന്നാൽ മാതാപിതാക്കൾക്ക് വേദനിക്കുന്ന പോലെ ലോകത്തിൽ ആർക്കും വേദനിക്കുകയല്ല. മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മക്കൾക്കും ദുഃഖം ഉണ്ടാകുന്നത് പോലെ വേറെ ആർക്കും അങ്ങനെ. എല്ലാവരും കരയും, മൂക്കുമൊക്കെ ചീറ്റും, എന്നാലും ദുഃഖം മറ്റവർക്കാ. അതങ്ങനെ, അതിൻ്റെ കിടപ്പങ്ങനെ. അമ്മയൊന്നും അമ്മയാ, ഇല്ലേ? അമ്മ, അതിന് മാറ്റമൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ അമ്മ തന്നെ മറിയം. അപ്പൊ കർത്താവ് ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അമ്മയല്ലെന്നല്ല, നീ എൻ്റെ അമ്മ തന്നെ, ഞാൻ നിന്റെ മകനാ. പക്ഷെ നമുക്ക് തമ്മിൽ എന്തെന്ന് ചോദിക്കാൻ കാര്യം, ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്താ കാര്യം? അത് കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ. പണ്ട് ഒരു സമുദായത്തിൽ ഒരു മാന്യ സഹോദരൻ പറഞ്ഞു, യേശുക്രിസ്തു മുഹൂർത്തം നോക്കുമായിരുന്നു. അതാണ് എൻ്റെ നാഴിക വരാനും. കർത്താവ് മുഹൂർത്തം നോക്കി ആ കാര്യമൊക്കെ. യേശു മുഹൂർത്തം നോക്കിയൊന്നുമില്ല, നോക്കുകയും ചെയ്യരുത്. എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യക്കാര് വീട്ടുകാരാ, അവരെൻ്റെ അടുക്കൽ വരുന്നതായ എൻ്റെ നാഴിക. ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ ആര് യേശുവിൻ്റെ അടുക്കൽ വരും? ഇന്ന് രാത്രി അവിടുത്തെ നാഴികയാണ്. എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയം ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരമ്മ. എൻ്റെ ഭാഷയാ, അന്തസ്സുള്ള അമ്മ, അറിവുള്ള അമ്മ, മാന്യായ ഒരമ്മ, വിവരമുള്ള അമ്മ, വിവേകമുള്ള ഒരമ്മ. ഇതുപോലൊരമ്മ
ഉണ്ടോയെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര എന്തോ വിവേകമാണ്. കാരണം എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഭാഷയാ. പിള്ളേര് പറയും പോലെ അമ്മ പതുക്കെ വിവേകമുള്ള അമ്മയാ നൂറ് പുറകോട്ട് മാറി. അല്ലാതെ പിന്നെ അവിടെ ഒരു കസാര ഇട്ട് ബേക്കുട്ടി ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ അങ്ങ് ചെയ്യാ എന്നല്ല. എന്നെ ഇവിടെ ഇരുത്തിയേര് അല്ലല്ല. അമ്മ അവിടെ നിന്ന് പതുക്കെ വലിഞ്ഞേച്ച് ശുശ്രൂഷക്കാരോട് ശുശ്രൂഷക്കാർ അന്ത്രയോസും കീവർഗീസും ഞാനങ്ങ് പേരിടുക. സ്തോത്രം. ഉണ്ടല്ലോ, കീവർഗീസിനും അന്ത്രയോസും എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പറഞ്ഞു, കീവർഗീച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കുകയല്ല. ഒരു കാര്യം ചെയ്യേ, അവൻ എന്തെങ്കിലും കൽപ്പിച്ച നിങ്ങളങ്ങത് ചെയ്തോ, ഞാൻ വേണേ സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കാം. ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കുകയല്ല. എൻ്റെ ഭാഷ പറഞ്ഞ അന്നുകൊണ്ട് നിർത്തിയതായി മധ്യസ്ഥത. ആയുസിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ചെന്നതാ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചീറ്റിപ്പോയി. അന്ന് അമ്മ നിർത്തി, ഇന്ന് വരെ പിന്നെ മധ്യസ്ഥതയ്ക്ക് അമ്മ, ആ നല്ല സ്ത്രീ, മാന്യ സ്ത്രീ, വിവേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട കൃപയുള്ള അമ്മ പിന്നെ പോയിട്ടില്ല. അത് ഉറപ്പിച്ചും തറപ്പിച്ചും പൗലോസ് പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി തന്ന നസറയനാകുന്ന യേശു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ചിന്തയാ, സ്വർഗത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, അവിടെ കരച്ചിലൊന്നും ഇല്ല, ഒരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അമ്മയാകാനാ സാധ്യത. അതെന്താ? ഇവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ചെല്ലുന്ന ആൾക്കാർ പറയും, അമ്മയുടെ നാമത്തില താഴെ പലയിടത്തും വിടുതൽ നടക്കുന്നത്. അമ്മ പറയും, എൻ്റെ ചാക്കോച്ച, ഞാൻ ആകെ കൂടെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലെ കല്യാണത്തിന് മധ്യസ്ഥതയ്ക്ക് പോയത്, അത് വിജയിച്ചില്ല, ഞാൻ അന്ന് നിർത്തിയതാ. ഇന്ന് വരെ പിന്നെ ഞാൻ മധ്യസ്ഥതയ്ക്ക് നിന്നിട്ടില്ല. ഒരു കാര്യം പറയാം, ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു, അതുപോലെ അത് മതി. യേശു ക്രിസ്തു ഒരു മധ്യസ്ഥനായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെ ആവശ്യമില്ല. യേശു ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാ, യേശു ക്രിസ്തു എല്ലാവരിലും ഉന്നതനാ. അവിടുന്ന് നമുക്കുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെയും ആവശ്യമില്ല. ദൈവത്തിന് മഹത്വം. ഒരേ ഒരു ദൈവം, സത്യദൈവം, ഒരേ ഒരു പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, നീയല്ലോ ഏക പരിശുദ്ധൻ, ഏക ദൈവം, ഏക മധ്യസ്ഥൻ, ഏക പരിശുദ്ധൻ, ഏക രക്ഷകൻ, ഏക രക്ഷിതാവ്, നസറയനാകുന്ന യേശു. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 1-2 പാഠങ്ങൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. യേശു ക്രിസ്തു ഇതുവരെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. കാരണം 2:11 വായിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമാണ്. അതിനു മുമ്പ് ഒരു അടയാളവും ചെയ്തിട്ടില്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അത്ഭുതമാ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ, വിവരിക്കണ്ട. അപ്പൊ ഇതുവരെയും ഒരത്ഭുതം ചെയ്യാത്ത ആളുടെ അടുക്കല ചെന്ന് പറഞ്ഞത് വീഞ്ഞു തീർന്നെന്ന അമ്മ. ഞാൻ ചോദിക്കട്ടെ, ആയുസിൽ ഒരത്ഭുതം ചെയ്യാത്ത ആളുടെയൊക്കെ നമ്മൾ പോവോ? ഇല്ല. ഇപ്പം എന്നെ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഇന്ന് രാത്രി വിളിച്ചത് കൊത്തയാന്നേലും പോതക്കേടാന്നേലും അരമണിക്കൂർ 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറയുമെന്നൊരു ധാരണയുള്ളത് കൊണ്ടല്ലേ എന്നെ വിളിച്ചേ. അതെ, അതുകൊണ്ട് ഒരു ചെറിയ അറിവ്, എന്നെ പറ്റി ഒരു ചെറിയ ധാരണയുണ്ട്, അതുകൊണ്ടല്ലേ വിളിച്ചേ. ജോഡി അതെ അതെ. നമ്മൾ ഒരാളൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നെങ്കിൽ ആ പുള്ളി പ്രാർത്ഥിക്കുന്നയാളാ, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും എന്നൊരു വിശ്വാസവും അറിവുള്ളത് കൊണ്ടാണ് ചെല്ലുന്നത്. ഇതുവരെയും അത്ഭുതം ചെയ്യാത്ത ഒരുവന്റെ അടുക്ക ചെന്നാ പറഞ്ഞേക്കുന്നത് വീഞ്ഞു തീർന്നെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഒറ്റവാക്കി പറയാം, യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്.
ഈ അമ്മ നല്ല അമ്മയാ. അതാ ഞാൻ പറഞ്ഞ നല്ല അമ്മയാ, മാന്യ അമ്മ, വിവേകമുള്ള, അറിവുള്ള, അവൻ പരിജ്ഞാനമുള്ള നല്ല അമ്മയാ മറിയം. നല്ല സ്ത്രീയാ. ഈ അമ്മയ്ക്ക് അറിയാം യേശു ക്രിസ്തു ആരാണെന്ന് അറിവുള്ളത് കൊണ്ട് പ്രശ്നം വന്നപ്പോൾ നേരെ യേശുവിന്റെ അടുക്ക ചെന്നത്. എന്തുവാ അറിവ്? ബാക്കി ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 2:19, 2:51 ഒന്ന് വായിച്ചേ. 2:19, 2:51. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഭരിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ. ഇനി 51 വാക്യം കൂടെ 2. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2:19, 2:31 വായിക്കുന്നത്, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഏത് വാർത്ത? യേശുക്രിസ്തു ആരാണെന്ന് നല്ല ഉറപ്പ് അമ്മയ്ക്കുണ്ട്. ഈ വാർത്ത, ഒന്നാമത്തെ വാർത്ത എന്തുവായി സംഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ ഒന്ന് വായിച്ചേ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. പിന്നെ ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പിന്നെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. പിന്നെ അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുത്തു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം ചേർത്ത് പഠിക്കുമ്പോൾ 2:11 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ യേശു എന്ന് പറഞ്ഞാൽ യേശു രക്ഷകൻ. സ്തോത്രം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, യേശു രക്ഷിതാവാ. അതുകൊണ്ട് ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 തിരുവെടുത്തൂടെ ചേർത്ത് വായിച്ചു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാര്യമെല്ലാം പറയുമ്പോൾ 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറത്തിൽ വന്ന് മറിയത്തോട് പറഞ്ഞു, നിന്റെ ഉദരത്തിൽ ഉരുവാകാൻ പോകുന്ന പുരുഷപ്രജയുണ്ടല്ലോ, അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ നിന്റെ ഉദരത്തിൽ ഉരുവാകും. മത്തായി സുവിശേഷം പറയുക, ആ പുരുഷപ്രജ മാനവ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശുവെന്ന് പേരിടണം. യേശു ആരാണെന്ന് മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. ആരാ യേശു? ലോകരക്ഷകൻ. മാനവരാശിയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ യേശു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. പാപികളാകുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത സർവജ്ഞനായ ദൈവം സ്വർഗ മഹിമകൾ വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ പാപമില്ല. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിൽ യാതൊരു അകൃത്യങ്ങളുമില്ല. പാപമില്ലാത്ത പരമവിശുദ്ധന ക്രിസ്തു. ആ ക്രിസ്തുവിനെ പറ്റി മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരികയില്ല. പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താലാണ്. അവിടുത്തെ തിരുരക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ മറിയം യേശുവിൻ്റെ അടുക്കൽ വരാനുള്ള ഒന്നാമത്തെ കാര്യം, യേശു ആരാണെന്ന് മറിയത്തിന് നല്ല ഉറപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് നമ്മൾ പറയുന്നത് യേശുവിനടുക്ക വരാൻ. ഒന്ന് ആരാ ഏത് കാര്യം സംഗ്രഹിച്ചു? ഒന്ന് 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ആ വന്ന് പറഞ്ഞ കാര്യമാണ്, അവൻ മാനവജനതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചു. 8 മുതൽ അങ്ങ് വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. പിന്നെ അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. പിന്നെ ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന്റെ മഹത്വം. 1, യേശുക്രിസ്തു മാനവജനതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാ. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ക്രിസ്തു. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ യേശു ആരാണെന്ന് നല്ലതുപോലെ അറിയണം. 1, യേശു പാപത്തെ മോചിക്കുന്നവനാ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാപത്തിന് പരിഹാരം വരികയല്ല. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിനാലും അവിടുത്തെ തിരുരക്തത്താലും ആ പാപമോചനം. അതിന്ന് രാത്രി അനുഭവത്തിൽ പ്രാപിച്ചെടുത്ത് വേണം പോകാൻ. 2, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തു. മദ്യം സന്തോഷം തരത്തില്ല. അന്നേരം ഞാനിതുവരെ കുടിച്ചിട്ടുള്ള ചെല്ല് പറയുന്ന കുടിക്കുമ്പോൾ ഒരു പിമ്പിരിയാന്നാണ് പറയുന്നത്. വഴിക്ക് വീതിയുള്ളതായി തോന്നും. നമ്മുടെ വീടാണെന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കയറും. നമ്മുടെ വെമ്പളയാണെന്ന് പറഞ്ഞ് മറ്റേ പുള്ളിക്കാരിയെ വിളിക്കും. അപ്പോൾ ചിലപ്പോൾ പോട് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ ആയത് എനിക്കറിയത്തില്ല. പിന്നെ പക്ഷേ പോലീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതെന്നെ ഇടക്കാന്ന് എനിക്കിത് അങ്ങോട്ട് അത്ര കിട്ടിയിട്ടില്ല. പോലീസ് വരുന്നു, അന്നേരം പുള്ളിയുടെ പമ്മും. ആട്ടെ, എന്തായാലും ഈ മദ്യം നിനക്ക് നിത്യസന്തോഷം തരികയില്ല. നിന്നെ നശിപ്പിക്കും, നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. ആർക്ക് കലകം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി. പിന്നെ വീഞ്ഞു കുടിച്ച് പറ ആടാ, അത് ചുവന്ന പാത്രത്തിൽ ഇരിക്കുന്നത് പോലെ നീ കാണരുതെന്ന. ഒടുവിൽ അണലി പോലെ സർപ്പം പോലെ നിന്റെ കുഞ്ഞുങ്ങൾ അനാഥരാകും. നിന്റെ കുടുംബത്തിൽ അരാജകത്വമുണ്ടാകും. മദ്യപാനം വിപത്ത. മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, നിന്നെ നശിപ്പിക്കും, നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. ലഹരി പദാർത്ഥം നിനക്ക് സന്തോഷം തരത്തില്ല. ചിലവർക്കുന്ന കാശ് കണ്ടമാനം വരുമ്പോൾ സന്തോഷം. കാശുള്ളവർക്കെല്ലാം വെപ്രാളമാണ്. അതെ, വെപ്രാളമാണ്. എല്ലാവർക്കും വെപ്രാള. കാശ് കണ്ടമാനം കൂടുന്ന സ്വത്തമാണ്, അസ്വസ്ഥതയാണ്. കാശുള്ളവരോട് ചോദിച്ചേ, ഇതേത് ബാങ്കിൽ കൊണ്ടിടും, ബാങ്കിൽ പൊട്ടുവോ എന്നും പ്രശ്നമാണ്. പേപ്പർ എടുത്താൽ ഉടനെ നോക്കും. കൂടെ പാസ്ബുക്കും ATM കാർഡ് കുത്തി നോക്കും എപ്പോഴും ഉണ്ടോ എന്ന്. വെപ്രാളമാണ്. കാശുള്ളത് സന്തോഷമല്ല, എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുക. തന്നെയല്ല, കണ്ടമാനം കാശാന്നേ വൈരാഗ്യവും കൂടും ആൾക്കാർക്ക്. ഇങ്ങനെയൊക്കെയാ. പൈസ കൂടുന്നത് സുഖകരമല്ല, അസ്വസ്ഥതയുണ്ടാക്കും. ധനം നിനക്ക് സന്തോഷം തരത്തില്ല. സൗന്ദര്യം അതിലും പ്രശംസിക്കരുത്. കായബലം അതിലും പ്രശംസിക്കരുത്. നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. നിത്യസന്തോഷം ആ ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആ ക്രിസ്തു ആരാണെന്ന് നല്ല അറിവുണ്ടെങ്കിൽ പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ അടുക്ക വരും. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ മറിയ യേശുവിൻ്റെ അടുക്ക വരാനുള്ളതിൻ്റെ കാരണം അവൻ ആരാണെന്ന് നല്ല അറിവുണ്ട്. ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുമൊക്കെയാ സംഗ്രഹിച്ചത്? 1, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഓടിച്ച് പറയാം. 2, ഈ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താൻ. സമയം എന്തുവായി? 9:10. നമുക്ക് എപ്പോഴാണ് നിർത്തണ്ടേ? 9:30. സമയം പറഞ്ഞേക്കണേ. അപ്പോൾ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3, വിദ്വാൻമാർ പറഞ്ഞു വന്ന കാര്യവും മറിയ സംഗ്രഹിച്ചു. വായിച്ച് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യമാണ് വായിക്കേണ്ടത്. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല.
ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. അപ്പൊ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ മറിയം യേശുവിന്റെ അടുക്കൽ വന്ന് ഈ പ്രശ്നം പറയാൻ കാര്യം യേശു ആരാണെന്ന് നല്ല ഉറപ്പുണ്ട്. ലൂക്കോസ് 2:19-51 വായിച്ചത്, മറിയ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് കാര്യമാ സംഗ്രഹിച്ചത്? ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖവെന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തോ പറഞ്ഞു? ഈ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന കുഞ്ഞ് മാനവജാതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ വന്ന് പറഞ്ഞു, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ ഈ കിടക്കുന്ന കൊച്ച്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിദ്വാൻമാര് കിടക്കിന്ന് വന്നു. അവര് വന്ന് പറഞ്ഞ കാര്യവും മറിയ അവരെന്തുവൊക്കെയാ പറഞ്ഞത്? അത് എല്ലാം ഒന്നും വിവരിക്കാൻ നേരമില്ലെങ്കിൽ അവര് രാജാവിനോടും ചെന്ന് പറഞ്ഞത്, ഈ ആ ജനിച്ച കൊച്ചുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവാണ്. 2:2 യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ കണ്ടോ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട്. ഒന്ന്, അവൻ യഹൂദന്മാരുടെ രാജാവാ. ഇത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാണും. 2, ഈ വിദ്വാൻമാര് യേശുവിനെ ആരാധിക്കാൻ വന്നതാ. ആ 2:2 വായിച്ചേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു ആരാ? അവൻ ആരാധനക്ക് യോഗ്യനാ. ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നതാ. ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങളെ പോലല്ല, അവൻ രാജാവായി പിറന്നവനാ. യേശുക്രിസ്തുവിന്റെ ജനനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ജനിച്ചപ്പോഴേ രാജാവായി പിറന്നവനാ. ജനിച്ചപ്പോഴേ പുരോഹിതനായിരുന്നു. സ്തോത്രം. ജനിച്ചപ്പോഴേ പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണല്ലോ പൊന്നും മൂരും കുന്തിരിക്കം കൊണ്ട് കാഴ്ചവെച്ചത്. ഇതുപോലൊരു ജനനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? പലരും ജനിച്ചു കഴിഞ്ഞ് അടിപിടിയും കേസും വഴക്കും കത്തിക്കുത്തും വെട്ടും കൊലപാതകം ഉണ്ടാക്കിയ ഒരു രാജാവായിട്ട് അതും അധികം നാളെ ഇരുന്നില്ല. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു ജനിച്ചപ്പോഴേ രാജാവാ, ജനിച്ചപ്പോഴേ പുരോഹിതനാ, ജനിച്ചപ്പോഴേ പ്രവാചകനാ. അവിടുത്തെ വിശേഷത ഈ വിദ്വാൻമാർ വന്ന് പറയുക, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നതാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അല്ല, ആരാധിച്ചല്ലോ 7 വട്ടം വാക്യം വായിച്ചേ. ആരാധിച്ചല്ലോ 7 വട്ടം വാക്യം. എന്നാറേ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാൻ ചെന്ന് അവനെ നമസ്കരിക്കാം. പുള്ളിക്ക് വന്ന ആരാധനയ്ക്ക് ഇപ്പൊ താല്പര്യമായി. ഇത് ആരാധനയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, സൂത്രബുദ്ധിയാ. എന്നാൽ ആട്ടിടയ്ക്ക് ഈ വിദ്വാൻമാര് വന്ന് പൊന്നും മൂരും കുന്തിരക്കവും വെച്ച് കാഴ്ച വെച്ച് അമ്മയോടുകൂടെ ശിശുവിനെ കണ്ടു വണങ്ങി അവനെ നമസ്കരിച്ചു. യേശു ആരാ? ആരാധനയ്ക്ക് യോഗ്യൻ. യേശു ക്രിസ്തുവാണ് ആരാധന. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുതെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആരാണ് ആരാധിക്കേണ്ടത്? ഉമ്മാ പോകുന്നവരെല്ലാം കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. എബ്രായലേഖനം 9:1 ആരാധനയ്ക്കുള്ള ചട്ടമെന്ന നിയമമുണ്ട്. ഒരു ഉദാഹരണം പറയും. എല്ലാവരുടെയും ആരാധന ദൈവം പ്രസാദിക്കുകയല്ല. പിന്നെ അപ്പോൾ ആരുടെ ആരാധനയാ? നിങ്ങൾ ശ്രദ്ധിച്ച്, മിസ്രൈമിൽ 430 വർഷം അടിമകളായി പാർത്തു. ആരാധിച്ചെന്ന് വാക്യമില്ല, ചാപ്പാട് കഴിച്ചെന്ന് വാക്യമുണ്ട്. ഉണ്ട്. കഴിച്ചതിൻ്റെ ലിസ്റ്റും അവർ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നുമില്ലെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ മിസ്രൈമിൽ 430 വർഷം അടിമകളായി ആരാധിച്ചതായിട്ട് വാക്യമില്ല. ഇല്ല. ആരാധിച്ചത് പിന്നെ എപ്പോഴാ? കുഞ്ഞാടിന് നേരത്ത് ചോരത്തുള്ളി ആചരിച്ചു, രക്ഷിക്കപ്പെട്ടു. ചെങ്കടൽ കടന്നു, സ്നാനപ്പെട്ടു. മറകര കയറിയപ്പോഴാ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. മിസ്രൈമിൽ ആരാധിച്ചതായിട്ട് വാക്യമില്ല, ചാപ്പാട് കഴിച്ചെന്നുണ്ട്. പിന്നെ ആരാധന ശരിക്കും നടന്നത് മിസ്രൈം വിട്ട് കഴിഞ്ഞപ്പോഴാണ്. മിസ്രൈം വിട്ട് അക്കരെ ചെന്നപ്പോൾ ആരാധന. ഈ മിസ്രൈം വിടുന്ന എപ്പോഴാണെന്നറിയാവോ? സ്നാനപ്പെട്ട് കഴിയുമ്പം. അതെ, രക്ഷിക്കപ്പെട്ടാലൊന്നും മിസ്രൈം പൂർണ്ണമായിട്ട് വിടുകയല്ല. കുഞ്ഞാടിന് നേരത്ത് ചോരത്തളി ആചരിക്കുന്നത് രക്ഷയാണ്. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നത്. ചെങ്കടലിൽ സ്നാനമാണ്.
രക്ഷിക്കപ്പെട്ടിട്ട് ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിന്നാലൊന്നും മിസ്രയീം പൂർണ്ണമായിട്ട്, കാരണം ചെങ്കടലിന്റെ അരികുമെല്ലാം മിസ്രയീമിന്റെ പ്രദേശങ്ങളാണ്. മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ചെങ്കടൽ കിടന്ന് അക്കരെ കയറണം, അത് വേറൊരു രാജ്യമാണ്. അന്നേരം ആ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത്. അവിടെ ചെന്ന് ആരാധിക്കേണ്ടത്. ശരിയായ ആരാധന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആരാധനയാ ശരിയായ ആരാധന. അപ്പോൾ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുതെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവര് ആരാധനയ്ക്ക് യോഗ്യനാ. ദൈവത്തിന് മഹത്വം, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവൻ എല്ലാവരുടെയും തലവനാ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യവും സംഗ്രഹിച്ചു, ആട്ടടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും സംഗ്രഹിച്ചു, വിദ്വാൻമാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ സംഗ്രഹിച്ചു. മാത്രമല്ല 8-ാം നാളിൽ ദൈവാലയത്തിൽ ശുദ്ധീകരണം മോശയുടെ പ്രമാണമനുസരിച്ച് ശുദ്ധീകരണത്തിന് കൊണ്ടുപോയപ്പോൾ അവിടെ ശിമിയോൻ എന്ന് പറയുന്ന ഒരു വന്ധ്യനായ വയോധികനായ മനുഷ്യൻ അവൻ ഓടി വന്ന് വിസ്തരിക്കേണ്ട, നിങ്ങൾക്കറിയാം, യേശു കർത്താവിന് കൈകളി വാങ്ങി പറയുക, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലേ. കൊച്ചിനെ എടുത്തേച്ച് പറയാ, ഇതാണ് രക്ഷ, ഇതാണ് രക്ഷകൻ, ഇതാണ് രക്ഷിതാവ്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അനേക പുരോഹിതന്മാർ അവിടെ നിന്ന് യാഗം കഴിക്കുന്നുണ്ട്. ആടിനെയും കാളയൊക്കെ തൊലിയുരിച്ച് കണ്ടിച്ച് കത്തിക്കുന്നുണ്ട്. അതെല്ലാം നെടല. സ്തോത്രം. എന്നാൽ സാക്ഷാൽ പൊരുളായ യാഗമായവനാ ദൈവാലയത്തിൽ വന്നിരിക്കുന്നത്. യോസേഫിന്റെയും മറിയയുടെയും കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് പൊരുളായ യാഗമാ. ഒരൊറ്റ പുരോഹിതന്മാര് പോലും ഈ പൊരുളായ സാക്ഷാൽ യാഗമായവനെ കണ്ടില്ല. അവരെല്ലാം നിഴലായ യാഗങ്ങൾ ഇങ്ങനെ കണ്ടിക്കുകയും അറുക്കുകയും കത്തിക്കുകയും ചെയ്യുക. എന്നാൽ ആത്മനിയോഗം പ്രാപിച്ച ശിമിയോൻ വന്ന് ആ നിഴലല്ല കണ്ടത്, പൊരുളായ യാഗമായ ദൈവത്തിന്റെ ഏകജാതനാകുന്ന പരമയാകുന്ന യേശുവിനെ കണ്ടേച്ച് പറയുക, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. മാത്രമല്ല ആ സന്ദർഭത്തിൽ ദൈവാലയം വിട്ടു പിരിയാത്തൊരു പ്രായമുള്ള അമ്മയുണ്ട്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകൾ ഹന്ന എന്ന പ്രവാചക. ഈ വന്ധിയായ മാതാവും വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതെല്ലാം സംഗ്രഹിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അടുക്ക വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ വരുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ, സകല വിഷയങ്ങൾക്കും നീക്കുപോക്ക് തരുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നീ വന്നാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ആരാ യേശു? പാപങ്ങളെ മോചിക്കുന്നവൻ. ആരാ യേശു? നിനക്ക് സമാധാനം തരുന്നവൻ. ആരാ യേശു? നിനക്ക് നിത്യ സന്തോഷം തരുവാൻ കഴിവുള്ളവൻ. ആരാ യേശു? ആരാധനയ്ക്ക് യോഗ്യൻ. ആരാ യേശു ക്രിസ്തു? സർവ്വജനത്തിനുമുള്ള രക്ഷ. ഇന്ന് രാത്രി രക്ഷിതാവാകുന്ന സന്തോഷം തരുന്ന യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഒരു വസ്തുവും കൊണ്ട് കൊടുക്കണ്ട. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്ക്. യേശുവേ, ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷിതാവ്. ദൈവത്തിന്റെ വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, ദൈവത്തിന്റെ ഭൂമിയൊന്നും കൊടുക്കണ്ട. 5 സെന്റ് സ്ഥലം ദൈവത്തിന് കൊടുത്തത്. ദൈവം എന്ന് പറഞ്ഞാൽ പാട്ടപ്പറമ്പിൽ കിടക്കുകയല്ലേ. നിന്റെ വസ്തു ഒന്നും ദൈവത്തിന് വേണ്ട. നിന്റെ വസ്തു ദൈവത്തിന് വേണ്ട. നിന്റെ ഓത്രകാഴ്ചയും ദൈവത്തിന് വേണ്ട. ഇവിടെ പിന്നെ സ്വോത്രകാഴ്ച എടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നടത്താനാ. അത് ദൈവത്തിന് ഗതികേടുണ്ടായിട്ടല്ല, ഉള്ളിക്കൊരൽപ്പം ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ടാണ്. അല്ല, ദൈവത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അതിനിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ കൊടുക്കുകയും ചെയ്യണം. എന്നാ ഇത്രയും പറഞ്ഞാൽ നമുക്ക് പോയേക്കാം. അതല്ല, ഉണ്ടല്ലോ അതിനൊക്കെ. ഇത് ദൈവനാമത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. ദൈവത്തിന് ആരുടെയും പൈസ വേണ്ട, വസ്തുവും വേണ്ട, നിന്റെ പെടക്കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട, നിന്റെ ഏത്തക്കൊലയും വേണ്ട, പാളയന്തോടം കൊലയും വേണ്ട, നിന്റെ അരിയുണ്ടും വേണ്ട, എള്ളുണ്ടും വേണ്ട, നിന്റെ അരിയും വേണ്ട, അവലും വേണ്ട, മലരും വേണ്ട, പൊരിയും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ ആടിനെയും വേണ്ട, കാളയും വേണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. നിന്റെ വസ്തുവും ദൈവത്തിന് വേണ്ട, നിന്റെ കമ്മലും മാലയും ഒന്നും ദൈവത്തിന് വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് ദൈവം എന്നെ ഗതികേട് പിടിച്ച് കിടക്കുകയാണോ? സ്തോത്രം. അയ്യോ, പ്രവാചകൻ ചോദിച്ചാൽ എന്തോന്നും കൊണ്ട് വരുമെന്നാ. എന്തോന്നും കൊണ്ടാ വരുന്നത്? ഒന്നും കൊണ്ട് ചെല്ലണ്ട, നീ ഇഞ്ഞ് വന്നാ മതി. വായിച്ചേ മീഖ 6:6. ദൈവത്തിൻ്റെ അടുക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട. വായിച്ചു.
എന്തോന്ന് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. അയ്യോ, ദൈവത്തിനടുക്ക് വന്ന് എന്തോ കൊണ്ടുവരാനാ? എടാ, ഇത് മുഴുവൻ ദൈവത്തിന്റെയാ. ദൈവം മേളിൽ നിന്ന് ചിരിക്കുക, ദൈവമേ വിട്ടി വരുന്നത് ഇതെല്ലാം എന്റെതാ. എന്നാലും എൻ്റെ സാധനം എടുത്തേച്ച് അവനെ ആ വരവൊക്കെ ഒന്ന് കാണണം. കൊടുത്തേച്ചുള്ള വരവും തിരിച്ചുള്ള പോക്കും ആ സ്വോത്രകാഴ്ച എല്ലാവരും കാണിക്കുമെന്നെടുത്ത് ദൈവം ഇരുന്ന് ചിരിക്കുക. ദൈവമേ വിഡ്ഢി കാണിക്കുന്ന വിഡ്ഢിത്തരമല്ല, ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. 1000 കാട്ടുജന്തുക്കളെ സൃഷ്ടിച്ചവനാ ദൈവം. കാട്ടാട് കിടന്ന് കശകശ മൂന്നാറിലോട്ട് ചെന്ന കാട്ടാട് ആടിൻ്റെ അയ്യരുകളിയാ. എന്ത് വേണം മൃഗങ്ങളാ കാട്ടില്. അന്നേരം നമ്മളൊരു പെണ്ണാടുമായിട്ട് ചെല്ലുക. ഇതാര്? ദൈവത്തിന്. കാട്ട് കോടിക്കണക്കിന് മൃഗങ്ങളാ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന് മൃഗമൊന്നും വേണ്ട. പറവജാതിയും ദൈവത്തിന് വേണ്ട. പറക്കട്ടെന്ന് പറഞ്ഞപ്പം പിടിപിടിപിടാന്നെല്ലാം പറന്നത്. ദൈവത്തിന് ഇതൊന്നും വേണ്ട. നിന്റെ ഭൂമിയും വേണ്ട, പൈസയും വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. നീ ഒന്നും കൊണ്ടുവരണ്ട. മതങ്ങൾ പലതും പഠിപ്പിക്കുന്ന ഒത്തിരി സാധനം കൊണ്ടുവരാനാ. എന്നാൽ യേശു പഠിപ്പിച്ചത് ഒന്നും കൊണ്ടുവരണ്ട, നീ ഇഞ്ഞു വന്നാൽ മതി. വെറും കൈയായിട്ട് ഇഞ്ഞു വന്നാൽ മതി. പക്ഷെ വരുമ്പോൾ പറഞ്ഞ കർത്താവ് എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, എന്നാൽ എന്നെ അങ്ങ് തരിക മതി, നീ രക്ഷപ്പെട്ടു. മതങ്ങൾ പഠിപ്പിക്കുന്നതും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇന്ന സാധനമൊക്കെ കൊണ്ടുവാന്നാ. എന്നിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല പലർക്കും. പക്ഷേ യേശു പഠിപ്പിച്ചത് ഒന്നും കൊണ്ടുവരണ്ട. വേണ്ട, എൻ്റെ മെഴുകുതിരിയും വേണ്ട, അതിൻ്റെ കാലും വേണ്ട, കട്ടിലും വേണ്ട, സ്റ്റൂളും വേണ്ട, ബെഞ്ചും വേണ്ട, എണ്ണയും വേണ്ട, ഒന്നും വേണ്ട. നീ വെറും കൈയായിട്ട് ഇനി വന്നാൽ മതി. പക്ഷെ വരുമ്പോൾ ഇങ്ങനെ പറയണം, തുറന്ന് പറയണം. കർത്താവിനെല്ലാം അറിയാം, എന്നാലും നിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഇഷ്ടമാണ്. കർത്താവ് ഒന്നും തരാനില്ല, എന്നെ അങ്ങ് തരിക. ഇന്ന് രാത്രി എന്നെ തരിക. അങ്ങനെ ആര് സമർപ്പിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ശരണം എൻ കർത്താവേ, കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. ഇന്ന് രാത്രി നീ പൂർണ്ണമായി സമർപ്പിക്ക്, യേശു നിന്നെ രക്ഷിക്കും. യേശു രക്ഷിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് യേശു ആരാണെന്ന് വിശ്വസിച്ച് അടുത്ത് എന്ന് കാര്യം പറഞ്ഞപ്പോൾ ആ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി തീർത്തു. ഇന്ന് രാത്രി അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചെയ്യേണ്ട കാര്യം അവിടുത്തെ വിശ്വസിക്കണം. അവിടുന്ന് രക്ഷകനാ, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ, അവിടുന്ന് രക്ഷിതാവാ, അവിടുന്ന് സന്തോഷം നൽകുന്നവനാ, അവിടുന്ന് സകലത്തിനും പരിഹാരം തരുന്നവനാ. ആ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ഒരു വാക്യം കൂടെ വായിച്ച് അങ്ങ് നിർത്താം. എനിക്ക് 9:30 ആയല്ലയോ? വായിച്ച് അങ്ങ് നിർത്താം, അതായിരിക്കും നല്ലത്. സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 5:15. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. മതി, അറിയാമല്ലോ സംഭവം. യേശുക്രിസ്തുവിന്റെ അത്ഭുതമാ
ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി. ഈ ഭൂതമുള്ളവൻ്റെയും ഭൂതമില്ലാത്തവൻ്റെയും സ്വഭാവവും രീതിയും കാണുമ്പോൾ അറിയാം. നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മൾ ഓർക്കും നമുക്ക് ഭൂതം ഉറക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് നോക്കണം ആർക്കൊക്കെ ഭൂതം ഉണ്ടെന്ന്. പുള്ളിക്കും ഭൂതമായിരിക്കും. അങ്ങനെ ആവശ്യമില്ല. വേദപുസ്തകം വെച്ച് നോക്കിയാൽ മതി, അറിയാം ഭൂതമുള്ളത് ആർക്കാ ഭൂതം. ഭൂതം പോയപ്പോൾ പുള്ളി വസ്ത്രം ധരിച്ചെന്ന അങ്ങനെ. അപ്പൊ ഭൂതമില്ല, ഭൂതം ഉള്ളപ്പോഴോ ഭൂതം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നേരും ചൊവ്വലും തുണി കൊടുക്കാതെ നടക്കുമ്പോൾ ഓർത്തോണം ഭൂതം ഉണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാതെ നടക്കുമ്പോൾ ഓർത്തോണം നിങ്ങൾ പറ ഭൂതമാണ്. അത്രോ ഞാനിപ്പോ പറയുന്നുള്ളൂ. യോഗ്യമായിട്ടും മാന്യമായിട്ടും ഒക്കെ വസ്ത്രം ധരിക്കുമ്പോൾ ഓർത്തോണം ഭൂതം പോയ ആളാ. കാരണം ഭൂതം വിട്ടുപോയപ്പോൾ ഇവന് സുബോധമുണ്ടായി വസ്ത്രം ധരിച്ചു. യേശുവിന്റെ അടുക്കലിരിക്കുക. പശ്ചാത്തല ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. അക്കരയ്ക്ക് പോകാൻ യേശു താല്പര്യപ്പെട്ടു. എന്തിനാണെന്ന് ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. യേശുവിനറിയാം. വള്ളത്തെ കയറി അക്കരയ്ക്ക് പോകുക. അക്കരയ്ക്ക് പോയ സമയത്ത് ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ്, തിരമാലകൾ ഉയർന്നു, പടകാടി കുലഞ്ഞു, മുക്കുമാറായി. ഈ കാറ്റടിപ്പിച്ചത് പ്രകൃതിയുടെ പ്രതിഭാസത്താൽ വന്ന കാറ്റല്ല, കാലാവസ്ഥ മാറിയതിൻ്റെ വന്ന കാറ്റല്ല, ഇത് പിശാചടുപ്പിച്ച കാറ്റാ. എന്തിനെന്ന് ചോദിച്ചാൽ പിശാചിന് മനസ്സിലായി ഈ പടകും ശിഷ്യന്മാരും യേശുവും അക്കരെ ചെന്നാൽ, അവിടെ ചെന്നാൽ ഈ ഭൂതം പിടിച്ചവന് വിടുതൽ പ്രാപിക്കും. അത് വരാതിരിക്കാൻ യേശു ഇക്കരെ വരാതിരിക്കാനെ കാറ്റടിപ്പിച്ചത്. ഇനി കർത്താവിൻ്റെ ഒരു സ്നേഹത്തെ പറ്റി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. ഈ നിങ്ങൾ സംഖ്യാപുസ്തകം യേശു പറഞ്ഞു അക്കരയ്ക്ക് പോകാമെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പണ്ട് ഇവരുടെ പിതാക്കന്മാരില്ല ഇക്കരെ വരാഞ്ഞവരാ. നിങ്ങൾ സംഖ്യാപുസ്തകം വായിക്കേണ്ട 32 പഠിക്കുമ്പോൾ ഇവരുടെ പിതാക്കന്മാരൊരിക്കൽ വന്ന് മോശയോട് പറഞ്ഞു, അച്ചായ ദയവ് ചെയ്ത് ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. മോശ ചോദിച്ചാൽ എന്നാ? ഞങ്ങൾക്കിപ്പോൾ ആടുമാടുകളും കന്നുകാലികളും ഇഷ്ടം പോലെ ഉണ്ട്, അതിന് ഇവിടെ ആണെങ്കിൽ നല്ല പോച്ച ഇഷ്ടം പോലെ ഉണ്ട്, പുല്ലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. മോശ പറഞ്ഞു നമ്മളെല്ലാവരും അക്കരയ്ക്ക് പോകണമെന്നും പറഞ്ഞാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയത്. അതൊക്കെ ശരിയാ, പക്ഷേ ഞങ്ങളുടെ സാഹചര്യവും കൂടെ നോക്കണം. ഇപ്പം കന്നാലിയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല, ഇക്കരെ. പിന്നെ ഒരു സഭയിലൊരു ഉടക്കുണ്ടാക്കേണ്ടെന്ന് ഉള്ളത് കൊണ്ട് മോശ പറഞ്ഞ് അന്ന് ഇക്കരെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ രൂപേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രം 2.5 ഗോത്രക്കാർ ഇക്കരെ പാർത്തു. ആടിനെ തീറ്റാന്നൊക്കെ പറഞ്ഞാൽ ഇവർ താമസിച്ചത്. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ആടും എല്ലാം ചത്ത്, ആടും പോയി, പോച്ചയും പോയി. ഒടുവിൽ പന്നിവളത്തായി. പന്നിക്ക് യാതൊരു ബോധമുള്ളതല്ല. ആ പന്നിയിലോട്ട് ഭൂതവും കൂടെ കയറി. ആടുതീറ്റ തുടങ്ങിയതാ, ഒടുവിൽ പന്നിവളത്തിൽ കലാശിച്ചു. ഇവരാരും അക്കരെ പോയില്ല. പക്ഷെ യേശുവിൻ്റെ സ്നേഹം സന്ധ്യ ആയപ്പോൾ കർത്താവ് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച യേശു, നാം അങ്ങോട്ട് ചെല്ലാതിരുന്നിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന യേശു. യേശുവിൻ്റെ വിശേഷത എങ്ങനെ? യേശുവിനെ തപ്പി എങ്ങോട്ടും പോകണ്ട, നിന്റെ അടുക്കൽ യേശു വരും. നീ ദൈവത്തെ തപ്പി ദൈവത്തെ അന്വേഷിച്ച് കിഴക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടണ്ട, നീ ഇരിക്കുന്ന ഇടത്ത് വരുന്നവനാ ദൈവം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അക്കരയ്ക്ക് പോകാം. അക്കരെ ഭൂതം പിടിച്ചൊരു മനുഷ്യൻ, അവന് വിടുതൽ കൊടുക്കാൻ യേശു പോകുകയാ. അവൻ നാളുകളായിട്ട് കല്ലറയിലും പാറയുടെ പിളർപ്പിലുമൊക്കെയാണ് താമസിക്കുന്നത്. ആർക്കും അവനെ അടക്കാനൊക്കുന്നില്ല. ഇവൻ തന്നെത്താൻ ചതച്ചും ഇടിച്ചും ജീവിക്കുക. എന്നാൽ യേശു അവൻ്റെ അടുക്ക ചെന്നു. അവനെ ബാധിച്ചിരുന്ന ഭൂതത്തെ ശാസിച്ചു. ഭൂതം അവനെ വിട്ടുപോയി. അവൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടുവരുന്നു. യേശുവിൻ്റെ അത്ഭുതമാണ്. ഇന്ന് രാത്രി നീ വിടുതൽ പ്രാപിക്കാതിരിക്കാൻ കാറ്റും കൊടുങ്കാറ്റുമൊക്കെ പിശാചടിപ്പിക്കും. പക്ഷേ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കി നിനക്ക് പൂർണ്ണ വിടുതൽ തരുവാൻ കഴിവുള്ളവനാ നസറയനാകുന്ന യേശു. അവിടെ അത്ഭുത മന്ത്രിയാണ്.
സമയം പോയത് കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. ഒന്ന് സമർപ്പിക്ക്, യേശുവിനായി സമർപ്പിക്കുക. കർത്താവേ, ഇന്ന് രാത്രി എന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനയാകുന്ന സ്നാനം അനുഷ്ഠിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് വേർപാട് പാലിച്ച് ആമേൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ താല്പര്യമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിയിര്. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇന്ന് രാത്രി യേശു രക്ഷിച്ചിരിക്കുക. ആ രക്ഷകനെ ഏറ്റെടുത്ത ആൾക്കാർ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കണം. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്, മുഴുകൽ സ്നാനമാണ്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കണം. കർത്താവേ, ആ മിശ്രയും പൂർണ്ണമായിട്ട് വിടാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. സ്നാനമോ ജഡത്തിൻ്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിപ്പാനാ. അത് അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ആത്മാഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. അതിനായിട്ട് കർത്താവ് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. Bye.